രാഷ്ട്രീയമാകുമ്പോൾ അങ്ങനെയാണ്. അവിടെ തെരുവിൽ സമരങ്ങളുണ്ടാകും, പ്രതികരണങ്ങളുണ്ടാകും, പ്രതിഷേധം പലപ്പോഴും തീ പോലെയാളും, കേസുണ്ടാകും. സാധാരണ അത് സ്വാഭാവികം. പക്ഷേ ആ സെക്രട്ടേറിയറ്റ് മാർച്ച് കഴിഞ്ഞുള്ള ദിവസങ്ങളിലും അതേ സ്റ്റേഷൻ പരിധിയിൽ സമരമുഖത്ത് സജീവമായിരുന്ന പോലീസിന്റെ മൂക്കിൻ തുമ്പിലുണ്ടായിരുന്ന ഒരു യുവജന നേതാവിനെ ഏതോ രഹസ്യവിവരം കിട്ടിയെന്നൊക്കെ മാരകവൽക്കരിച്ച് കൊടും ഭീകരവാദിയെ പിടികൂടും മട്ടിൽ വീട് വളഞ്ഞ് മാധ്യമങ്ങളോട് മിണ്ടാൻ തുനിയുമ്പോഴൊക്കെ ഷട്ടിൽ പിടിച്ചകത്തിടുന്ന പോലീസ് നടപടി സ്വാഭാവികമല്ല, ഭരണകൂട ഭീകരത എന്ന് പറയുന്നുണ്ട് പ്രതിപക്ഷം. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാനിക്കുന്ന ഒന്നല്ലത്. പ്രതിപക്ഷ സമരങ്ങളെ, സകലവിധമായ വിയോജിപ്പുകളെയും അനുവാദരഹിതമായ പരമാവധിയിൽ നേരിടുന്ന ഭീകരവൽക്കരിക്കുന്ന ഒരു ഭരണകൂട നയത്തിന്റെ നീതികെട്ട തുടർച്ചയാണ്. ആ കേസിനാസ്പദമായ പ്രതിഷേധം പൊടുന്നനെ പൊട്ടിവീണതല്ല. അത് നവകേരള സദസ്സിന്റെ ഒരു ജനാധിപത്യ വിരുദ്ധ മാതൃകയിൽ CPM ശമ്പളം കൊടുക്കുന്ന ഒരു കൂലിപ്പട കണക്കെ വിയോജിപ്പിന്റെ ഒരു നേരിയ കരിങ്കൊടി കാണുമ്പോഴേക്കും ചുവപ്പ് കണ്ട കാളകണക്കെ മുക്കറയിട്ടെത്തിയ ഏമാന്മാരോടും കാലുവയ്യാത്തൊരുത്തൻ്റെ അവരെ നട്ടല് നോക്കി ചവിട്ടിയ B-ടീം ഗുണ്ടാപ്പടയോടുമുള്ള സ്വാഭാവിക പ്രതികരണമാണ്. അമ്മയുടെ മുന്നിൽ അധികാരത്ത് വീട് കയറിയ പോലീസ് രാഷ്ട്രത്തെ, ഞങ്ങളുടെ SFI സഖാവിനെ, ഒരു സാന്ദ്രാ ബോസിനെ രാവിലെ 5 മണിക്ക് വീട് കയറി പോലീസ് പിടിച്ചില്ലേ എന്ന് ലജ്ജയില്ലാതെ ക്യാപ്സ്യൂൾ നിരത്തുമ്പോൾ, രാഷ്ട്രീയ സമരം നടത്തിയ ഒരു 21-കാരിയെ പിടികൂടാൻ രാത്രി തീരും മുൻപ് കാക്കിക്കൂട്ടം വീട്ടിൽ കയറിയെങ്കിൽ നിർത്ത് പോലീസെ, നിന്റെ മര്യാദകേട് എന്ന് രോഷപ്പെടാതിരിക്കാനും മാത്രം വരിയുടക്കപ്പെട്ടെങ്കിൽ, വന്ധ്യംകരിക്കപ്പെട്ടെങ്കിൽ പിന്നെ ഈ SFIയും DYFIയും എന്തിനാണ്? അത് പോലീസിന് മാത്രം പറ്റുന്ന ഒരു മഹാപരാധമല്ല. അത് വിയോജിപ്പുകളുടെ തീവ്രവാദവൽക്കരണം. കേരളയിൽ സമരകാലത്ത് കേട്ടു, വടക്കോട്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി, തെക്കോട്ടെങ്കിൽ RSS. ഒരു തീരദേശത്തിന്റെ അതിജീവന സമരകാലത്ത് അന്നത്തെ മന്ത്രി ആന്റണി രാജുവിന്റെ കൂടപ്പിറപ്പിന്റെ അടക്കം ചിത്രങ്ങൾ നിരത്തി പാർട്ടി പത്രം പടച്ചുവിട്ട തീവ്രവാദ ബന്ധത്തിന്റെ കോൺസ്പിറസി കള്ളക്കഥ. പ്രതിഷേധത്തിന്റെ വാർത്തകൾ പറഞ്ഞതൊരു ജീവിതം മുടിഞ്ഞുപോകും മട്ടിൽ പരമാവധി വകുപ്പുകൾ ചുമത്തി കള്ളക്കേസുകളും മാധ്യമവേട്ടയും അടക്കം അമിതാധികാരത്തിന്റെ അധമ പ്രയോഗ സാക്ഷ്യങ്ങൾക്ക് കണക്കുണ്ടോ? പ്രായാധിക്യത്തിലും അടിയറ വയ്ക്കാത്ത മേധാശക്തി മൂർച്ചയിൽ പോലീസ് മന്ത്രിയെ വേദിയിലിരുത്തി MD അത് പറയാൻ ധൈര്യപ്പെട്ടെങ്കിലും അധികാര വാഴ്ച വഴിയിൽ പതക്കങ്ങൾ, പദവികൾ കൊതിക്കുന്ന ബുദ്ധിജീവി കാവട്യങ്ങൾ തുടരട്ടെ, ഉറക്കം നടിക്കൽ. പക്ഷേ വീട് കയറി വിട്ടുവെന്ന ഭീഷണിയിൽ NDF RSS ചാപ്പയടിക്കുന്ന കള്ളപ്രചാരകരെ പേടിച്ച്, കള്ളക്കേസുകൾ പേടിച്ച് മൗനികളായാൽ കേരളമേ അത് ഈ കാലത്തോട് ചെയ്യുന്ന മഹാപരാധമാണ്. ഇതിലും വലിയ കിരാതക്കാക്കിയോട് പോലീസ് സ്റ്റേഷനോട് പോയി പടി നോക്കാൻ പറഞ്ഞ രാഷ്ട്രീയ കേരളം ഈ പിത്തലാട്ടം കണ്ടങ്ങ് മുണ്ടിൽ മൂത്രമൊഴിക്കുമെന്ന് ആരെങ്കിലും കരുതിയാൽ അവർക്ക് വേണ്ടത് സൈക്യാട്രിക് ചികിത്സയാണ്, അഥവാ ഊളംപാറയിൽ വിശദമായ തലപരിശോധന. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ ജോസഫ് C. മാത്യു, ശ്രീ അഡ്വക്കേറ്റ് PA പ്രജി എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം, ഇന്ന് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലിരിക്കെ മലയാളത്തിന്റെ മഹാ എഴുത്തുകാരൻ MD വാസുദേവൻ പറഞ്ഞു എന്ന് കേൾക്കാം. രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിയെ പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. എന്തുകൊണ്ട് എന്ന സംവാദങ്ങൾക്ക് പലപ്പോഴും അർഹിക്കുന്ന വ്യക്തികളുടെ അഭാവം എന്ന ഒഴുക്കൻ മറുപടി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. അധികാരത്തിലെത്താനുള്ള ഒരു അംഗീകൃത മാർഗമാണ് എവിടെയും അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ്. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരം എന്ന സിദ്ധാന്തത്തെ പണ്ടെന്നു നമ്മൾ കുഴിവെട്ടി മൂടി. EP ജയരാജൻ LDF അതിനോടുള്ള പ്രതികരണം കൂടി ഒന്ന് കേൾക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകർ. ആ പ്രസംഗത്തിലൊന്നും കേരളത്തെ ബാധിക്കുന്നതേയല്ല, അദ്ദേഹം പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ചെയ്തത്. അതിനെ ഈ ഇടതുപക്ഷ വിരുദ്ധ ഒരു അവസ്മാരം കയറിയിട്ടുള്ളവരുണ്ട്. അവർക്കിതിനെ എങ്ങനെയെല്ലാം ഇടതുപക്ഷ ഗവൺമെന്റിനും CPM-നും പിണറായി വിജയനും എതിരായി തിരിച്ചുവിടാൻ കഴിയും, അതിനുള്ള നല്ല ശ്രമം നടത്തുന്നു. അത്രേ ഉള്ളൂ. രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ തകർത്തുകൊണ്ട് ഒരു ഫാസിസ്റ്റ് ഭീകരതയിലേക്ക് രാജ്യത്തിനകത്ത് ഉയർന്നു വരുന്ന വർഗീയ ധ്രുവീകരണം ഏത് മനുഷ്യസ്നേഹിയെയും ഞെട്ടിപ്പിക്കുന്നതാണ്. ഏത് മനുഷ്യസ്നേഹിയുടെയും കവികളുടെയും സാഹിത്യകാരന്മാരുടെയും മനസ്സിൽ ദുഃഖമുണ്ടാക്കുന്നതാണ്. ഇന്ത്യയുടെ മതനിരപേക്ഷത സംസ്കാരം തകർക്കപ്പെടുകയാണ്. അത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള മഹൽ വ്യക്തികളിൽ ദുഃഖമുണ്ടാക്കിയിട്ടുണ്ടാകും. അതിന്റെയൊക്കെ പ്രതികരണങ്ങൾ അവർ പല രൂപത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ടാകും. കുറിച്ച് കൂടി MD വാസുദേവൻ പറഞ്ഞിരുന്നു. ആ ചോദ്യത്തോടുള്ള EP-യുടെ പ്രതികരണം കൂടി ഒന്ന് കേൾക്കണം. നമ്മുടെ പലരുടെയും വീടുകളിലൊക്കെ മഹാത്മജിയുടെ പടമില്ലേ, നെഹ്റുവിന്റെ പടമില്ലേ,
ശ്രീനാരായണ ഗുരുവിൻ്റെ പടമില്ലേ, അയ്യങ്കാളിയുടെ പടമില്ലേ, പിന്നെ ആർ ശങ്കരൻ്റെ പടമില്ലേ, ചട്ടമ്പി സ്വാമികളുടെ പടമില്ലേ, മന്നത്ത് പത്മനാഭൻ്റെ പടമില്ലേ, EMSൻ്റെ പടമില്ലേ, AKGയുടെ പടമില്ലേ? എങ്ങനെയാണ് വരുന്നത്? ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന മഹൽ വ്യക്തികളിൽ അവരെ കുറിച്ചിട്ടുള്ള ഓരോ മനുഷ്യൻ്റെയും വീരാരാധനയുണ്ട്, അവരുടെയെല്ലാം ഇഷ്ട നേതാക്കളുണ്ട്, അവരോടെല്ലാം ഉള്ള അങ്ങേയറ്റത്തെ അതിരുകവിഞ്ഞ വാത്സല്യവും സ്നേഹവും വിശ്വാസവുമുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള നേതാക്കളെയൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്നവർ കവിത എഴുതും, പാട്ടെഴുതും, പാട്ട് പാടും, നാടകമെഴുതും, സിനിമയുണ്ടാക്കും. എത്ര സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ലോകത്തിലെ ഏതെല്ലാം ധീരപുരുഷന്മാരുടെ പേരും സിനിമയുണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമായും കലാരംഗത്തുള്ളവർക്ക് അവർക്ക് തന്നെ പ്രത്യേകമായിട്ടുള്ള അവരുടെ ഒരു വികാരങ്ങൾ ഇത്തരത്തിലുള്ള സാഹിത്യരംഗങ്ങളിലും സൃഷ്ടികളിലും പ്രകടിപ്പിക്കും. ജോസഫ് സി മാത്യു, MD വാസുദേവൻ നായർക്ക് ഫേസ്ബുക്ക് ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോഷ്യൽ മീഡിയ ഇല്ലാത്തത് ഭാഗ്യം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ പല മാതൃപിതൃ സ്മരണകൾ കേൾക്കേണ്ടി വന്നേനെ. ഇതിനോടകം തന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ എന്താണ് നിലവാരമില്ലാത്തതാണ്. ഞാൻ ഇതിനോടകം തന്നെ ഒരു മഹാൻ എൻ്റെ ഫേസ്ബുക്ക് വാളിൽ കണ്ടു, എഴുത്തുകൾ നിലവാരമില്ലാത്തതാണ് എന്ന ഫത്വ ഇറങ്ങിയേനെ. ഇപ്പോൾ കോൺഗ്രസ്സുകാരനാക്കുകയല്ല, പേര് നോക്കി ഒന്നുകിൽ NDF അല്ലെങ്കിൽ RSS ചാപ്പയാണ് നൽകുന്നത്. അപ്പോൾ ഉറപ്പായും സംഘിയാണ്, RSS ആണ് എന്ന ചാപ്പകുത്തൽ കേൾക്കേണ്ടി വന്നേനെ. MD അത് മൈൻഡ് ചെയ്യില്ല. ഇതിലും വലിയ വെള്ളിയാഴ്ച വന്നിട്ട് വള്ളി പോയില്ല എന്ന് പറയുന്നത് പോലെ MD ഇതിലും വലിയ വിമർശനം ഉണ്ടായിട്ട് പോലും കുലുങ്ങാതെ നിന്ന ആളാണ്. ഏത് സമയത്താണ് നോട്ട് നിരോധനത്തിന് വിമർശന കാലത്ത്. ജോസഫ് സി മാത്യു, അതൊക്കെ മാറ്റി നിർത്തിയാൽ MD വാസുദേവൻ നായർ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരിക്കെ അമിതാധികാര പ്രയോഗത്തെപ്പറ്റി പറഞ്ഞത് അത് കേന്ദ്ര സർക്കാരിനെ പറ്റി മാത്രം പറഞ്ഞതാണ് എന്ന് EP-ക്ക് തോന്നാൻ എന്താകും കാരണം? ജോസഫ് സി മാത്യു. ഹാഷ്മി, EP ജയരാജൻ്റെ ആക്രമണത്തിന് വിധേയനാകുകയും തലയിൽ വെടിയുണ്ട് എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, ചിലപ്പം അതിൻ്റെ പ്രശ്നമാവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും MD പറഞ്ഞത് എന്താണ് എന്ന ഒരു വ്യാഖ്യാനം മലയാളികൾക്ക് ആവശ്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്നാമത്, ദീർഘനാളായി നമ്മുടെ സാംസ്കാരിക രംഗത്തുള്ള ഒരു വലിയ നിശബ്ദത, കാതടപ്പിക്കുന്ന മൗനം, അതിന് ഒരു വിരാമം ഉണ്ടായതിൽ എനിക്ക് സന്തോഷമുണ്ട്. രണ്ടാമത്, വ്യക്തിപരമായി പോലും നമ്മളാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെയൊക്കെ അതിര് മാന്തി എന്തോ ദേഷ്യത്തിൽ ശ്രീ പിണറായി വിജയനോടുള്ള പകയാണ്, അതിനു വേണ്ടിയാണ് പറയുന്നത് എന്നൊക്കെയാണ് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെപ്പോലെ ലെസർ മോർട്ടൽസ് മാത്രം എന്തോ വ്യക്തിവിരോധത്തിൻ്റെ പേരിലാണ് ഈ വിമർശനം നടത്തുന്നതെന്ന് പറഞ്ഞിടത്ത് ഏതാണ്ട് അതേ കാര്യങ്ങൾ അതിലും ആഴത്തിൽ അതിലും ഭംഗിയായ ഭാഷയിൽ മുഖ്യമന്ത്രിയെ കൂടി ഇരുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. അതും നന്നായി. കാര്യം മുഖ്യമന്ത്രി ഇപ്പം നേരിട്ട് കാണുന്നത് മാത്രമേ കാണാറുള്ളൂ, നേരിട്ട് കേൾക്കുന്നതേ കേൾക്കാറുള്ളൂ. അങ്ങനെയൊക്കെ ഒരു പ്രശ്നം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വേറെ ഒന്നും വായിച്ചറിയോ കേട്ടറിയോ ഒന്നും വേണ്ട, നേരിട്ട് തന്നെ കേൾക്കാനിടയായി എന്നുള്ളതിലും മലയാളികൾ ഭാഗ്യവാന്മാരാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ MD പറഞ്ഞത് വളരെ കൃത്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം ഈ പൊതുവായിട്ടാണ് പറഞ്ഞതെന്ന് EP പറഞ്ഞത് ശരിയാണ്. പക്ഷേ പൊതുവായി പറഞ്ഞതിന് വളരെ സ്പെസിഫിക്കായ കാരണങ്ങളുണ്ട്. ഈ സമീപകാലത്ത് നടക്കുന്ന സ്തുതിപാഠക സദസ്സുകൾ, അതിൽ EP-യും ഒരു കൊയർ മാസ്റ്ററായി മാറുകയാണ്. അദ്ദേഹം ഇത് അറിഞ്ഞുകൊണ്ട് ഒരു പാര ചെയ്യുന്നതാണോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിൽ ഹീസ് ഓവർ ഡൂയിങ് ഇറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അത് ജോസഫ് സി മാത്യു, ഇവിടെ മഹാത്മാഗാന്ധിയുടെ ചിത്രം വെച്ച് ആരാധിക്കുന്നില്ലേ? മന്നത്ത് പത്മനാഭന്റെ, നെഹ്റുവിന്റെ, എന്താണ് AKGയുടെ, EMSന്റെ ഒക്കെ ചിത്രം വെക്കുന്നില്ലേ? അപ്പോൾ വീരാരാധന അങ്ങനെയുണ്ട് എന്നൊക്കെ പറയുന്നത് വീണ ജോർജ് അല്ല, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ശ്രീ ജോസഫ് സി മാത്യു. അതെ 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 അതാണ് അദ്ദേഹം ഞാനത് പർപ്പസ്ലി ചെയ്യുന്നതാണോ ഇത്? കാര്യം ഇത് അതിര് കടന്നാൽ ഇത് പല രീതിയിൽ ഇതിനോട് പ്രതികരണങ്ങൾ ഉണ്ടാവാം എന്ന് കണ്ടിട്ട് ഒരുപക്ഷെ ഇത്തരം അതിരുകടക്കലായിരിക്കാം MD-യെ കൊണ്ട് ദീർഘനാളുകൾക്ക് ശേഷം സംസാരിപ്പിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മലയാളികൾ നമ്മളെപ്പോലുള്ള മധ്യവയസ്കരും യുവാക്കളും ഒക്കെ ലജ്ജിക്കേണ്ട സമയമാണ്. കേരളത്തിൽ സമരവീര്യം ഈ രീതിയിൽ കാണുന്നത് ഇപ്പോഴും MD-യിലും ഗ്രോവാസുവിലും ഒക്കെയാണ് എന്ന് പറയുന്നത് നമ്മളെ യഥാർത്ഥത്തിൽ ലജ്ജിപ്പിക്കേണ്ട കാര്യമാണ്.
കേരളം ഗ്രോവാസു നമ്മളെ ഓർമ്മിപ്പിച്ചതുപോലെ ഒരു മരവിപ്പ് ബാധിച്ച ഒരു സമൂഹമായി മാറുകയാണ്. നമുക്ക് അർഹിക്കുന്നത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വേണം വിചാരിക്കാൻ. അപ്പോൾ MT എന്താണ് പറഞ്ഞതെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കമൻറ്റുകളിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ നടത്തിയത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെ ഉദാഹരിച്ചുകൊണ്ടുള്ള വിമർശനമാണ്. അദ്ദേഹം സോവിയറ്റ് യൂണിയനിലുണ്ടായ അപജയത്തെക്കുറിച്ചും അപജയം മാത്രമല്ല ഏതാണ്ട് ശിഥിലീകരണത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ശിഥിലീകരണം ചൂണ്ടിക്കാണിച്ചവർ റീഹ്, ഗോർക്കി അവരെ എല്ലാവരെയും അവഹേളിച്ചുകൊണ്ട് ശിഥിലീകരണത്തിന് ന്യായീകരണം അങ്ങനെ പറയുന്നവരെ ഇകഴ്ത്തി കാണിക്കുകയും അങ്ങനെ ഇല്ല എന്ന് പറയുക, അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുന്നതിന് പകരം അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് അവർ പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞു എല്ലാ തെറ്റുകളുടെയും എല്ലാ തിന്മയുടെയും കാരണം സാറിസ്റ്റ് ഭരണമാണ് എന്ന് പറയുക, അത് കേന്ദ്ര ഭരണമാണെന്ന് പറയുക എന്ന് വ്യാഖ്യാനിച്ചാൽ മതി. എല്ലാ തിന്മകളുടെയും അതിന് സാറിസ്റ്റ് ഭരണത്തിൽ തിന്മയില്ലെന്നല്ല MT പറഞ്ഞത്. എല്ലാ തിന്മയുടെയും കാരണം അവിടെയാണെന്ന് പറയുക. വെറും ശൂന്യമായ പൊങ്ങച്ചങ്ങളിൽ അഭിരമിക്കുക, ചെറിയ നേട്ടങ്ങളെ അല്ലെങ്കിൽ ഉള്ള നേട്ടങ്ങളെ വളരെയധികം പുകഴ്ത്തി കാണിക്കുക. എന്നിട്ട് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു എങ്ങനെയെങ്കിലും ഒരു ഭരണകൂടത്തിൻ്റെ അധികാരത്തിൽ കയറിപ്പറ്റുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യമെന്ന് മാർക്സ് എവിടെയും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ പറയാനുള്ള സാഹചര്യം എന്താണെന്ന് നമ്മൾ സാധാരണ പറയുന്നത് പോലെ ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. EMSനെ ഉദാഹരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നത് അദ്ദേഹം സ്വന്തം അഭിപ്രായം രൂപപ്പെടുത്തി എടുക്കുന്നത് ഞാൻ അത് കേട്ടിട്ടാണ് രൂപപ്പെടുത്തിയതെന്ന് പറയാറില്ല, ഞാൻ രൂപപ്പെടുത്താൻ ആരംഭിച്ചു എന്നേ പറയാറുള്ളൂ. കാരണം അന്വേഷണം അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരിക്കലും ഒരു അടഞ്ഞ അധ്യായമായിരുന്നില്ല, അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു എന്ന് പറയുകയാണ്. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. പക്ഷേ അത് മനസ്സിലാകുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിലൂടെ പറഞ്ഞത്. വേറെ ഒരു മഹാനെ സൃഷ്ടിക്കുകയും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. വളരെ ശുഷ്കമായിട്ടുള്ള പൊങ്ങച്ചങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു മറുഭാഗമാണ് ഹാഷ്മി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞൊരു കാര്യം. ഒരു ഭാഗത്ത് ഇങ്ങനെ പൊങ്ങച്ചങ്ങളും ഒരു ഇല്ലാത്ത മേനി നടിക്കലും സ്വന്തം പരാജയം മറച്ചു വെക്കാൻ വേണ്ടി കുറേ പേരെ കൊണ്ട് സ്തുതി വാഴിപ്പിക്കുകയും അങ്ങനെ സ്തുതികളിൽ വസിക്കുകയും ചെയ്യുന്ന ഭരണാധികാരികൾക്ക് അവർ ഒരു ഫാസിസ്റ്റായി മാറുക എന്നുള്ളത് വളരെ സ്വാഭാവിക പ്രക്രിയയാണ്. അതിൻ്റെ മറുഭാഗത്ത് അവരെല്ലാ എതിർപ്പിൻ്റെ ശബ്ദങ്ങളെയും അടിച്ചമർത്താനായി ശ്രമിക്കും. അത് നമ്മൾ ഈ സമീപ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സമീപ ദിവസങ്ങളിൽ മാത്രമല്ല, നിങ്ങൾ പരിശോധിച്ച് നോക്കൂ ആഷ്മി, ഇവിടെ മംഗളത്തിൻ്റെ പത്രാധിപരെ വിലങ്ങ് വെച്ചുകൊണ്ട് കോടതിയിൽ വരുന്നത് നമ്മൾ കണ്ടു. കേസ് നമുക്കറിയാം, ആ കേസിൻ്റെ വസ്തുതയും നമുക്കറിയാം. അതിൽ മന്ത്രി ഇപ്പം പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന മന്ത്രി എവിടെയാണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ പത്രാധിപരെ വിലങ്ങ് വെച്ചുകൊണ്ട് വന്നപ്പോൾ ഇവിടുത്തെ മാധ്യമ സമൂഹം വേണ്ട രീതിയിൽ പ്രതികരിച്ചില്ല, പൊതുസമൂഹവും പ്രതികരിച്ചില്ല. അതിനുശേഷം മഹിജയുടെ സമരത്തിൻ്റെ ഘട്ടത്തിൽ ഷാജർ ഖാനെയും ഷാജഹാനെയും എല്ലാം പിടിച്ചു ഒരു തോക്കുസ്വാമിയോടൊപ്പം ഒരാഴ്ചയോളം അകത്തിടുന്നത് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ PC ജോർജ് അദ്ദേഹത്തോട് എന്തൊക്കെ വിയോജിപ്പുണ്ടായിക്കോട്ടെ, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നത് ഇതേ രീതിയിൽ തന്നെയായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അന്ന് കോടതി ജാമ്യം കൊടുത്തു വിട്ടു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നു. അപ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും നീതി നിർവഹണമോ അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കലോ നിയമം അതിൻ്റെ വഴിക്ക് പോകലോ ഒന്നുമല്ല ഈ നടക്കുന്നത് ഇവിടുത്തെ അധികാരത്തിലിരിക്കുന്നവർ ഒരു ഭീഷണി പൊതുസമൂഹത്തിന് നൽകുകയാണ്. നിങ്ങളെ എങ്ങനെയാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? അതായത് ഒരു ശിക്ഷ നടപ്പിലാക്കി കോടതികളുടെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് ന്യായമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് ഇവിടെ ആരും എതിരല്ല, അതല്ല ഈ സംഭവിക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രക്രിയയിലൂടെ ഈ അധികാരത്തിൻ്റെ മുഷ്ക് കാണിച്ചുകൊണ്ട് അതിൻ്റെ പ്രക്രിയയിലൂടെ ഇവിടെ ഒരു ഭീതിയുടെ അന്തരീക്ഷം വളർത്തിയെടുക്കാമോ എന്ന് നോക്കുകയാണ്. എന്നിട്ട് നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ സ്വന്തം സഹാക്കൾക്ക് പോലും ഈ പോലീസിൽ നിന്ന് ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശബ്ദിക്കുകയല്ല, അതിനെ ഉദാഹരിച്ചുകൊണ്ട് ഇവിടുത്തെ ജനാധിപത്യ ദംശനത്തെ ന്യായീകരിക്കുകയാണ് ഇവിടുത്തെ ഈ ഇടതുപക്ഷ സുഹൃത്തുക്കളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാന്ദ്ര ബോസ് എന്ന് പറയുന്ന 21-കാരിയാണ്. ഈ പറഞ്ഞ രാഷ്ട്രീയ സമരമാണ്, വിദ്യാർത്ഥി സമരമാണ്. രാവിലെ 5 മണിക്ക് പോലീസ് ഒരു കാര്യമില്ലാതെ വീട്ടിൽ കയറി കസ്റ്റഡിയിൽ എടുത്തുവെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കണ്ടേ? അതിനെതിരെ പ്രതിഷേധിക്കാതെ അതിനെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ വീട്ടിൽ കയറി അറസ്റ്റ് തന്നെ ഉപരോധിക്കാനുള്ള ക്യാപ്സ്യൂളെ ഇറക്കുന്നത് ലജ്ജാകരമല്ലേ? ശ്രീ അഡ്വക്കേറ്റ് PA പ്രജി,
അഡ്വക്കേറ്റ് പി എ പ്രജി, ഇവിടെ എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്ന ആൾ എപ്പോഴും അങ്ങനെ നിരന്തരം രാഷ്ട്രീയ പ്രതികരണം നടത്തുന്ന ഒരാളല്ല. ചില ദശാസന്ധികൾ മാത്രമേ അദ്ദേഹം പറയാറുള്ളൂ. പറയുന്നത് കനപ്പെട്ടതാണ്, പറയുന്നത് അദ്ദേഹം പിന്നോട്ടും ഉണ്ടാവാറില്ല. ഇതിനും മുത്തങ്ങ സമരകാലത്ത് പ്രതിഷേധം മാത്രമല്ല, പ്രതികരണം മാത്രമല്ല, അദ്ദേഹം പ്രതിഷേധ നിരയിൽ മുന്നിട്ടിറങ്ങുന്നത് കണ്ടു. പെരിങ്ങോം ആണവനില സമരത്തിൻ്റെ സമയത്ത് അദ്ദേഹം ഇറങ്ങുന്നത് കണ്ടു. നോട്ട് നിരോധന കാലത്ത് പ്രതിഷേധിക്കുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അത്രത്തോളം ആകുലപ്പെടുത്തുന്ന, വ്യാകുലപ്പെടുത്തുന്ന രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതികരണം ഉണ്ടാവുക. അതിനെ ക്രിയേറ്റീവായി, ക്രിയാത്മകമായ രീതിയിൽ ഇടതു സർക്കാർ മനസ്സിലാക്കിയെടുക്കുമോ CPI പ്രജി? കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ വിഖ്യാതനായ കഥാകാരൻ MT വാസുദേവൻ നായർ, അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രതികരണം, വളരെയേറെ പ്രസക്തമായ ഒരു രാഷ്ട്രീയ പ്രതികരണം കേരളത്തിൻ്റെ ജനതയുടെ മുമ്പിൽ നടത്തിയപ്പോൾ ഈ മഞ്ഞപ്പിത്തം പിടിച്ച ആളുകൾക്ക് എല്ലാം മഞ്ഞയാണെന്ന് തോന്നും എന്ന് പറയും പോലെ ഹാഷ്മിക്കും ബഹുമാന്യനായ രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് സി മാത്യുവിനും ഇനി ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ പോകുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധിക്കുമെല്ലാം അത് ഇടതുപക്ഷത്തിന് നേരെ മാത്രം തിരിച്ചു വെച്ച ഒരു വാളാണ് എന്ന് തോന്നുന്നത് തീർച്ചയായും ഒരു രാഷ്ട്രീയ സങ്കുചിതത്വത്തിൻ്റെയും ഇടതുപക്ഷ വിരുദ്ധതയുടെയും ഭാഗമായിട്ട് മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അദ്ദേഹം ഇന്ന് പറഞ്ഞതിൻ്റെ ആകത്തുക അമിതാധികാര പ്രവണത ജനാധിപത്യത്തിലെ രാഷ്ട്രീയത്തിൽ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. മഹാനായ MT വാസുദേവൻ നായർ ജീവിക്കുന്നത് കേരളത്തിൽ മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഭാരതത്തിലെ ഒരു സംസ്ഥാനമായ കേരളത്തിൽ അദ്ദേഹം ജീവിക്കുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ച് മാത്രമാണ് ജനാധിപത്യ ഇന്ത്യയിൽ അദ്ദേഹത്തെ പോലെ വിഖ്യാതനായ മഹാനായ ഒരു എഴുത്തുകാരൻ പ്രതികരിക്കുന്നത് എന്ന് കണ്ടെത്തണമെങ്കിൽ തീർച്ചയായും അത് ജനാധിപത്യത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളിൽ വന്നിട്ടുള്ള പിശകാണ്. അത് ആ പ്രകാരം വ്യാഖ്യാനിക്കപ്പെടുന്നത് തീർച്ചയായും ഇടതുപക്ഷ വിരുദ്ധതയുടെ ഭാഗമായിട്ടാണ്. MT വാസുദേവൻ നായർ എന്ന് പറയുന്ന വിഖ്യാതനായ എഴുത്തുകാരൻ ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പ്രക്രിയയിൽ അമിതാധികാര പ്രവണത ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ആ വേദിയിൽ ഇരുത്തിക്കൊണ്ട് അദ്ദേഹം അത് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മുൻവിധിയിലെത്താൻ കഴിയുക ഇത് മുഖ്യമന്ത്രിയെ കുറിച്ചാണെന്ന്? അതിന് ഉപോത്ബലകമായി ഏകപക്ഷീയമായ ചില സംഭവങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെടുത്തിയാണ് ഈ ചർച്ച. ഇതിന്റെ ഉദാഹരിക്കുന്നത് സോവിയറ്റ് യൂണിയനെയാണ് സർ. ഐശ്വര്യം പി എ പ്രജി, അതിന് MT വാസുദേവൻ ഉദാഹരിക്കുന്നത് സോവിയറ്റ് യൂണിയനെ കുറിച്ചാണ്. സോവിയറ്റ് യൂണിയന്റെ പ്രമത്താധികാര കാലത്ത് ഈ പോക്ക് ശരിയല്ല എന്ന് പാർട്ടിക്കുള്ളിലുള്ളവർ തന്നെ പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നുമില്ല എന്ന് സങ്കല്പിച്ച് ആ യഥാർത്ഥ മൂർത്ത കാരണത്തെ നിഷേധിച്ചതിന് അനന്തരഫലമാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ച എന്ന് ഉദാഹരിക്കുന്നത് MD ആണ്. വീരാരാധനയില്ലാത്ത നേതാവായിരുന്നു EMS എന്ന് ഉദാഹരിക്കുന്നത് MD ആണ്. അതല്ലാതെ ബൽരാജ് മധോക്കിനെ കുറിച്ചോ ദീൻദയാൽ ഉപാധ്യായെ കുറിച്ചോ അല്ല അവിടെ MT വാസുദേവൻ നായർ ഉദാഹരിക്കുന്നത്. CPI പ്രജി, 10 മിനിറ്റ് സമയം ബഹുമാന്യനായ ജോസഫ് സി മാത്യു ഇടതുപക്ഷ വിരുദ്ധതയും MT വാസുദേവൻ നായരുടെ പ്രസംഗത്തെ പിണറായി വിജയനെതിരായുള്ള പ്രസംഗമായി വ്യാഖ്യാനിക്കുന്ന സമയത്തും എന്ത് സഹിഷ്ണുതയോടുകൂടി, എന്ത് ഉദ്യോഗത്തോടുകൂടി, എന്ത് താല്പര്യത്തോടു കൂടിയാണ് ഹാഷ്മി അത് കേട്ടുകൊണ്ടിരുന്നത്? നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ ജനറലായി പ്രതിപാദിക്കപ്പെടുന്ന സംഗതികളെ സംബന്ധിച്ച് ഇന്നത്തെ ചർച്ചയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കാര്യത്തിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുവന്ന് വഴിതിരിച്ച് അതിലേക്ക് വിടുന്നു എന്നുള്ള എൻ്റെ അഭിപ്രായം. അതായത് ഈ ചർച്ചയുടെ ഹെഡിങ് തന്നെ പോലീസ് പ്രതിപക്ഷത്തിൻ്റെ ഐശ്വര്യം ? ഇതാണല്ലോ ഇന്നത്തെ ചർച്ച. ആ ചർച്ചയെ പറ്റി പറയുമ്പോൾ അത് തുടങ്ങുന്നത് തന്നെ മഹാനായ MT വാസുദേവൻ നായർ പിണറായി വിജയനെ പാഠം പഠിപ്പിക്കാൻ ഇറങ്ങി എന്ന് പറഞ്ഞ ആ വിരുദ്ധോക്തിയെ കുറിച്ച് പറയുമ്പോൾ എന്താണ് അങ്ങേക്ക് ഒട്ടും സഹിഷ്ണുതയില്ലാത്തത്? ഞാൻ സംസാരിച്ചു തുടങ്ങി 2 മിനിറ്റിനകം ഹാഷ്മി ശ്രമിക്കുന്നത് ഈ MT വാസുദേവൻ നായരുടെ പ്രസംഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരാണ്, പിണറായി വിജയനെ സൂചിമുനയിൽ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ലോകത്താകമാനമുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ വിലയിരുത്തിക്കൊണ്ട് രാഷ്ട്രീയത്തിൽ അധികാരത്തിൻ്റെ അതിപ്രസരം, ഏതൊക്കെ തരത്തിൽ അധികാര ദുർവിനിയോഗങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് വിശാലമായ ഒരു പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന മഹാനായ കഥാകാരനെ എന്തിനാണ് ഹാഷ്മി നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്?
പിണറായി വിജയൻ ആ സ്റ്റേജിൽ ഇരുന്നപ്പോ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ MT വാസുദേവൻ നായരെ പോലെ മഹാനായ ഒരു എഴുത്തുകാരന്, മഹാനായ ഒരു കഥാകാരന് അദ്ദേഹത്തിന് എന്താ ധൈര്യക്കുറവ് വല്ലതും ഉണ്ടോ? കേരളത്തിലെ മുഖ്യമന്ത്രിയെ നോക്കി നിങ്ങളാണ് ഇതിന്റെ കാരണക്കാരൻ എന്ന് പറയാൻ? അങ്ങനെ പറയാൻ തൻ്റെ ഇടവും ചങ്കൂറ്റവുമുള്ള എഴുത്തുകാരനാണ് അക്ഷരങ്ങളെ കാട്ടുതീ പോലെ മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്ത MT വാസുദേവൻ നായർ. അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ പോലും എഴുത്തിന്റെ സാധാരണയുള്ള എല്ലാ രീതികളെയും മറികടന്നുകൊണ്ട് തികച്ചും ഉൽപ്പതിഷ്ണുവായി മാറിയ ഒരു എഴുത്തുകാരൻ അങ്ങനെ അത്യന്താധുനികമായ വാക്കുകളിലൂടെ ജോസഫ് സി മാത്യുവിനെ പോലെ ഒരു മഹാനായ രാഷ്ട്രീയ വിമർശകൻ അത് വ്യാഖ്യാനിച്ച് കേരളത്തിന്റെ മുമ്പിലേക്ക് കൊടുക്കുന്ന നിലയിൽ ഹാഷ്മിയെ പോലെ ഒരു അവതാരകൻ ഇത് പിണറായി വിജയനെതിരെ ഉള്ളതാണ് എന്ന് മുഖപ്രസംഗം പറയുന്ന തരത്തിലേക്ക് ഒരു പ്രസംഗം നടത്തേണ്ട കാര്യം ബഹുമാന്യനായ MT വാസുദേവൻ നായർക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഒരു ജനറൽ കോണ്ടെക്സ്റ്റിൽ, ജനാധിപത്യ സംവിധാനത്തിൽ, രാഷ്ട്രീയമായ അതിപ്രസരണത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മൂല്യച്യുതികളെ പറ്റി അദ്ദേഹത്തെ പോലെയുള്ള മഹാനായ ഒരു എഴുത്തുകാരൻ വളരെ വിശദമായി തന്നെ അദ്ദേഹം വളരെ വിശദമായി തന്നെയാണ് പറഞ്ഞത്. അതിനോട് ചേർത്ത് വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് അല്ലെങ്കിൽ PC ജോർജിനെ ചേർത്ത് വെക്കുന്നു. ഇതെല്ലാം തന്നെ തികച്ചും രാഷ്ട്രീയ ലാക്കോടുകൂടി ഇടതുപക്ഷ വിരുദ്ധതയുടെ ഭാഗമായി അല്ലെങ്കിൽ പിണറായി വിരുദ്ധതയുടെ ഭാഗമായി അങ്ങനെ വ്യാഖ്യാനിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച എത്ര മണിക്ക് തുടങ്ങും എന്ന് ഹാഷ്മി പറഞ്ഞിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ നന്നായിരുന്നു. താങ്കൾക്ക് ഈ മഞ്ഞപ്പിത്ത ബാധ ഇല്ലാത്തതുകൊണ്ട് ഐശ്വര്യമാണോ പോലീസ്? താങ്കൾക്ക് ഈ മഞ്ഞപ്പിത്ത ബാധ ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് എന്ന് താങ്കൾക്ക് ഈ മഞ്ഞപ്പിത്ത ബാധ ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കണ്ണുചേർന്ന് കിടക്കുകയാണ് സർ. ഇതെല്ലാം കണ്ണുചേർന്ന് കിടക്കുന്നതാണ്. പോലീസിന്റെ അമിതാധികാര പ്രയോഗവും അധികാരം എന്നാൽ ജനസേവനത്തിനാണെന്ന പഴയ സങ്കല്പം എന്നേ നമ്മൾ കുഴിവെട്ടി മൂടി എന്നൊക്കെയുള്ള MDയുടെ വിലാപങ്ങൾ, ഒരു വിലാപസ്വരത്തിലെ സങ്കടമൊക്കെ എല്ലാം കണ്ണുചേർന്ന് കിടക്കുന്നതാണ്. അങ്ങേക്ക് ആ മഞ്ഞപ്പിത്ത പ്രശ്നം ഇല്ലാത്ത കാരണമാണ്. അങ്ങനെ മനസ്സിലാവും. ഞാൻ അങ്ങനെയൊക്കെ എത്താം. കേരളത്തിൽ മാത്രമാണോ എന്ന് താങ്കൾ ചോദിക്കുന്നത് നല്ല കാര്യമാണ്. അല്ല, കേരളത്തിൽ മാത്രമാണോ എന്ന് താങ്കൾ ചോദിക്കുന്നത് നല്ല കാര്യമാണ് സർ. കേരളത്തെക്കുറിച്ച് മാത്രമാണോ എന്ന് ചോദിക്കുന്നത് അത് സ്വാഗതാർഹമാണ്. കാര്യം കേരളത്തെക്കുറിച്ച് കൂടിയാണ് എന്ന് താങ്കളെങ്കിലും പറയുന്നത്. EP പറയുന്ന പോലെ അത് മോദി സർക്കാരിനെ മാത്രമാണ് താങ്കൾ പറയുന്നത്. നല്ല കാര്യം, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കേരളത്തിലും എല്ലായിടത്തും പറയണം ജനാധിപത്യ സംവിധാനത്തെ ഗ്രസിച്ചിട്ടുണ്ട് എന്നുള്ളത് തർക്കമറ്റ കാര്യമല്ലേ? അത്രേ ഉള്ളൂ. ശ്രീ ജോസഫ് സി മാത്യു, ഇനി കേരളത്തിലല്ല ഇന്ത്യയിലല്ല അമേരിക്കയുടെ കാര്യമാണെങ്കിലും MT വാസുദേവൻ എന്നാണ് പറഞ്ഞത്. അവിടെ ഉണ്ടല്ലോ ജോ ബൈഡൻ എന്ന് പറഞ്ഞാൽ അവിടെ പലസ്തീനിലെ കുരുന്നുകളെ, പാവം നിരപരാധികളെ കൊന്നൊടുക്കാൻ നിർബാധം എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന ജോ ബൈഡന്റെ അമിതാധികാര പ്രയോഗത്തെക്കുറിച്ചാണെങ്കിലും MT പറഞ്ഞത്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല. ഹാഷ്മി, ഞാൻ അതിലേക്ക് വരാം. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി, ഇടതുപക്ഷ സ്വതന്ത്രനായി വന്നിട്ടുള്ള പ്രതിനിധി, ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി എന്ന് പറയാൻ കഴിയില്ലല്ലോ, അദ്ദേഹം പറഞ്ഞത് മഞ്ഞപ്പിത്തം ബാധിച്ച എല്ലാവർക്കും എല്ലാം മഞ്ഞയായി തോന്നും എന്നാണ്. അത് മാത്രമല്ല ജനാധിപത്യത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തിലെ പിശകാണ് എന്നും പറയുന്നുണ്ട്. ഈ സ്ക്രീനിൽ അദ്ദേഹം ഇരിക്കുന്ന കസേരയിൽ മാത്രമാണ് ഞാൻ മഞ്ഞ കാണുന്നത്, എനിക്ക് ബാക്കി എങ്ങും ഞാൻ മഞ്ഞ കാണുന്നില്ല. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ എല്ലാവർക്കും മഞ്ഞപ്പിത്തം ബാധിച്ചിരിക്കുന്നു. ചിലർ പറയാറുണ്ട്, നല്ല മനോരോഗികൾ പറയാറുണ്ട്, ഞാൻ ഒഴികെ ബാക്കി എല്ലാവരും അബ്നോർമലാണെന്ന്. ഞാൻ എന്തായാലും അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ മഞ്ഞപ്പിത്തം ആർക്കും ബാധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ എല്ലാ ചാനലുകളും മറിച്ച് നോക്കിയായിരുന്നു. ഒരു ചാനലിൽ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ MTയുടെ ഇന്നത്തെ പരാമർശവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഒരു ചാനലിൽ പോലും CPMന്റെ പാനലിസ്റ്റുകൾ കാണുന്നില്ല. താങ്കൾ CPMന്റെ പാനലിസ്റ്റുകളെ ക്ഷണിച്ചിരുന്നോ? അവർ വരാത്തതാണോ അതോ പാനലിസ്റ്റുകളെ കിട്ടാത്തത് കൊണ്ടാണോ? രാഹുൽ വിഷയത്തിൽ നിരീക്ഷകൻ എന്ന നിലയിൽ രാഹുൽ വിഷയത്തിൽ ഇനി അതുകളെ വിടുന്നവരെ CPM ആലോചിക്കുകയാണ്. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇനി അല്ലെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇനി പ്രതികളെ വിടുന്നവരെ CPM ആലോചിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നീട് ഒരു അപ്ഡേഷൻ ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ അഡ്വക്കേറ്റ് PA പ്രജിയെ വിളിച്ചത്. പ്രജി സുഹൃത്താണ്, നല്ല രീതിയിൽ ഇടതുപക്ഷ രാഷ്ട്രീയം പറയുന്ന ആളുമാണ്. എന്നാൽ അങ്ങനെയല്ല. ഞാൻ ഇതിന് തൊട്ട് മുമ്പ് 7 മണിക്കുള്ള ചർച്ചയിൽ മനോരമ ചാനൽ തന്നെ MT വിഷയം എക്സ്ക്ലൂസീവായി എടുത്ത് ചർച്ച ചെയ്തപ്പോൾ പോലും അവിടെയും വന്നില്ല. ഇപ്പം മറ്റൊരു ചാനലിൽ ഇതേ വിഷയം തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, MT വിഷയം തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, അവിടെയും ഇല്ല. അപ്പോൾ ഇത് ആർക്കെതിരെയാണ് എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിക്കോ ആ വേദിയിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമോനെയും ഉൾപ്പെടെ ഇരുത്തിക്കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്.
ഇത് എന്നെയാണ്, ഇത് എന്നെ തന്നെയാണ്, ഇത് എന്നെ മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് എനിക്കതിൽ വിയോജിപ്പുണ്ട് ജ്യോതി നല്ല അല്ല എനിക്കതിൽ വിയോജിപ്പുണ്ട് ഇടതുപക്ഷത്തിന്റെ പാനലിസ്റ്റ് അല്ല എനിക്കതിൽ വിയോജിപ്പുണ്ട്. മുഖ്യമന്ത്രിയുടെ മരുമകൻ മാത്രമല്ല മുഹമ്മദ് റിയാസ്. അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി കാലം മുതൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഡിവൈഎഫ്ഐയിലൂടെ വന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അഖിലേന്ത്യാ നേതൃത്വങ്ങളിൽ വന്ന് നല്ല കാമ്പുള്ള രാഷ്ട്രീയം നയിച്ച് നേതാവായ ആളാണ് മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്നത് രാഷ്ട്രീയ ശരിയല്ല. ജ്യോതികുമാർ ചാമക്കാല, ഞാൻ താങ്കളെ കാണുന്നത് ഒരു ജേർണലിസ്റ്റായിട്ട് മാത്രമല്ല, എൻ്റെ ഒരു സുഹൃത്തായിട്ട് കൂടിയാണ്. താങ്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇല്ല. പക്ഷേ എന്നെ ജേർണലിസ്റ്റായിട്ട് ആദ്യം കാണും. ഇവിടെ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മരുമകൻ അല്ല എന്ന് പറയാൻ കഴിയുമോ? അല്ല, എന്നെ പക്ഷേ ജേർണലിസ്റ്റായിട്ട് ആദ്യം കാണും. തീർച്ചയായും ജേർണലിസ്റ്റിലൂടെയാണ് ഞാൻ താങ്കളുമായി പരിചയമുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ താങ്കളുമായി സുഹൃത്തല്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. ഞാൻ ഉപയോഗിച്ച വാക്കിൽ എന്തെങ്കിലും മോശമുണ്ടോ? അങ്ങനെ ഒരു ബന്ധം ഇല്ലേ? ഒരു ബാഡ് ടേസ്റ്റ് ഉണ്ട്, അത് പറഞ്ഞോളൂ. ഏതായാലും പോട്ടെ, പിന്നെ ചർച്ചകളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. ആയിക്കോട്ടെ, ഏതായാലും ആയിക്കോട്ടെ. അവിടെ അതൊക്കെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പ്രത്യേകം പറയാം. ഇവിടെ ഇപ്പോൾ നോക്കൂ, ഇവിടെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രിയെ നോക്കി പറഞ്ഞില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറഞ്ഞില്ലെന്നാണ് പ്രജിൻ പറയുന്ന മറ്റൊരു ആരോപണം. MD നോക്കൂ, ആറ്റിക്കുറുക്കി കൊണ്ടുവന്ന് എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന പ്രസംഗമാണ്. അദ്ദേഹം കണക്ക് കൂട്ടി തന്നെയാണ് അടിക്കാൻ വന്നിരുന്നത്. കൃത്യമായ അടിയാണ് കൊടുത്തത്. അത് മുഖത്താണ് അടിച്ചിട്ടുള്ളത്, മുഖമടച്ച് അടിച്ചിരിക്കുകയാണ്. എന്നിട്ടും അദ്ദേഹം മുഖ്യമന്ത്രിയോട് പറഞ്ഞില്ല, മിസ്റ്റർ പിണറായി എന്ന് പറഞ്ഞില്ല എന്നുള്ളത് അത് അദ്ദേഹത്തിന്റെ മര്യാദ എന്ന് മാത്രം കണക്കാക്കിയാൽ മതി. ഇനി ഇതൊരു നാഷണൽ പെർസ്പെക്റ്റീവിലാണെങ്കിൽ ആയിക്കോട്ടെ, അത് നല്ല കാര്യം, അതും യഥാർത്ഥത്തിൽ നിലവിലുള്ളത് തന്നെയാണ്, സംശയിക്കുന്നില്ല. പക്ഷേ ഇവിടെ കേരളത്തിന്റെ പെർസ്പെക്റ്റീവിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഇപ്പോൾ EP ജയരാജൻ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. EP ജയരാജൻ എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നു ഇത് ദേശീയ തലത്തിലുള്ള കാര്യമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്നത്തെ ഏറ്റവും നല്ല ട്രോൾ അത് EP ജയരാജന്റെ വകയാണ്. അദ്ദേഹം പറയുന്നു ശ്രീനാരായണ ഗുരുവിനെ പോലെ, മന്നത്ത് പത്മനാഭനെ പോലെ, R ശങ്കറിനെ പോലെ നമുക്ക് പിണറായി വിജയനെയും ആരാധിക്കാം എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇത് അദ്ദേഹം ട്രോളുകയാണ് നമ്മുടെ മുഖ്യമന്ത്രിയെ. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ട്രോളുകയാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നോക്കൂ, CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇത് പറയുന്നത്. ഏതർത്ഥത്തിലാണ്? ഈ കഴിഞ്ഞ കുറെ നാളുകളായി നടന്നു വരുന്ന ഇവർ മത്സരിക്കുകയാണ്. ഹാഷ്മി ഒന്ന് നോക്കൂ, ഇവരെന്തിനാ മത്സരിക്കുന്നത്? CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തെ ആരാണ് ഏറ്റവും കൂടുതൽ പുകഴ്ത്തുന്നത് എന്ന കാര്യത്തിൽ അവർ തമ്മിൽ മത്സരമാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ കടന്നു പറഞ്ഞു കഴിഞ്ഞു, അദ്ദേഹം സൂര്യന് തുല്യനാണ്, അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോകുമെന്ന്. ഇനി ഞാൻ എന്ത് പറയാൻ അതിനപ്പുറത്തേക്ക്? ഒരു മന്ത്രി പറയുന്നു, അത് ആരാണ്? സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ ഒരു മന്ത്രി പറയുന്നു, അദ്ദേഹം ദൈവം നൽകിയ വരദാനമാണ് കേരളത്തിനെന്ന്. ദൈവത്തിലൊക്കെ എന്തൊരു വിശ്വാസമാണ്. ദൈവം നൽകിയ വരദാനമാണ് കേരളത്തിന് പിണറായി വിജയൻ. മറ്റൊരാൾ പറയുന്നു, മുഖ്യമന്ത്രിയോട് എല്ലാവർക്കും അസൂയയാണെന്ന് പറയുന്നു. ദൈവം തന്നെ വരദാനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടി, വേറെ വകുപ്പിടെ കൊടുത്തു. മറ്റൊരാൾ പറയുന്നു എല്ലാവർക്കും അദ്ദേഹത്തോട് അസൂയയാണെന്ന് പറയുന്നു. EP ജയരാജൻ പറയുന്നു, എല്ലാ ദിവസവും പൂവിട്ട് പൂജിക്കേണ്ട അല്ലെങ്കിൽ പടം വെച്ച് ആരാധിക്കേണ്ട വ്യക്തിയാണ്, എല്ലായിടവും പടം വെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സെക്രട്ടേറിയറ്റിലും നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ഒക്കെ പടം വെക്കുന്നത് പോലെ സെക്രട്ടേറിയറ്റിലും AK സെന്ററിലും ഒക്കെ ഇദ്ദേഹത്തിന്റെ പടം ഇപ്പോൾ തന്നെ വെക്കുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇവർ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഇത്തരത്തിലൊരു മുഖ്യമന്ത്രിയെ ഇവർ ഇങ്ങനെ എന്താ പറയുന്നത് സ്തുതിഗീതങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ജനാധിപത്യം മാറി രാജഭരണമായി മാറിയ പ്രതീതിയാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്. ജനാധിപത്യം മാറി രാജഭരണം നിലവിൽ വന്ന സ്ഥിതിയാണ് സംസ്ഥാനത്തുള്ളത്. ഇടതുപക്ഷത്തിന്റെ വിപ്ലവ മുദ്രാവാക്യങ്ങൾ മാറി സ്തുതിഗീതങ്ങൾ മാത്രമുള്ള രാജ്യത്തുകൂടിയാണ് കടന്നു പോകുന്നത്. ഇവിടെ ആരെങ്കിലും പാട്ടെഴുതി, ആരെങ്കിലും സിനിമയുണ്ടാക്കി, അതല്ല EP ജയരാജൻ പറയേണ്ടത്. അതൊക്കെ ആയിക്കോട്ടെ, അത് നിങ്ങൾ സ്പോൺസർഡ് ആണെന്നുള്ള വേറൊരു വിഷയം. അതിനപ്പുറത്തേക്ക് ഇവിടെ ഇത്തരത്തിൽ സ്തുതിഗീതങ്ങൾ പാടുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവരാണ്. CPMലാണ് ഇതെന്ന കാര്യം മറക്കരുത്. അവിടെയാണ് MD ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് EMSന്റെ കാലത്ത് ഇത്തരത്തിലുള്ള വാഴ്ത്തുപാട്ടുകൾ ഉണ്ടായിരുന്നില്ല എന്ന്. പ്രസക്തമല്ലേ? പിന്നെ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഈ കോണ്ടെക്സ്റ്റിൽ വേണം നമ്മൾ അദ്ദേഹത്തിന്റെ വാചകങ്ങളെ നമ്മൾ കണക്കാക്കാൻ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റൊരു വാചകം, ഞാൻ അദ്ദേഹത്തിന്റെ വാചകങ്ങൾ അതുപോലെ കോട്ട് ചെയ്യാവുന്ന 2 വാചകങ്ങൾ. അധികാരം എന്നാൽ ആധിപത്യമെന്നോ സർവാധിപത്യമെന്നോ ആയി മാറിയിരിക്കുന്നു. രണ്ടാമത്തേത്, അധികാരം എന്നാൽ ജനസേവനത്തിലുള്ള അവസരമെന്ന സിദ്ധാന്തത്തെ കുഴിച്ചുമൂടിയിരിക്കുന്നു. വിപ്ലവത്തിൽ പങ്കെടുത്ത ജനാവലി ആൾക്കൂട്ടമായിരുന്നു. ഈ ആൾക്കൂട്ടത്തെ എളുപ്പം ക്ഷോഭിപ്പിക്കാം, ഈ ആൾക്കൂട്ടത്തെ ആരാധകരാക്കാം, ഇവരെ പടയാളികളുമാക്കാം. അതിനുശേഷം അദ്ദേഹം പറയുന്നു, ഭരണാധികാരി എറിഞ്ഞു കൊടുക്കുന്ന ഔദാര്യങ്ങളല്ല സ്വാതന്ത്ര്യം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ ഈ കഴിഞ്ഞ കുറെ നാളുകളായി നടന്നു വരുന്ന സംഭവത്തിന്റെ തുടർച്ചയായി പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ സംസ്ഥാന സർക്കാരിനെയാണ്, പിണറായി വിജയനെയാണ്.
അങ്ങനെ പിണറായി വിജയനെ പറയുമ്പോൾ ഇതൊന്നും ഞങ്ങൾക്കല്ല, ഇവർ നന്നാവില്ലെന്നേ, ഇവർ നന്നാവാൻ ലക്ഷണവുമില്ല, നന്നാവാൻ ഉദ്ദേശവുമില്ല, ഇത് ഞങ്ങളെ അല്ല എന്ന് ഒരു ഉളുപ്പുമില്ലാതെ ഇ പി ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗം LDF-ന്റെ കൺവീനർ വന്ന് ഉച്ചത്തിൽ പ്രഭാഷണം നടത്തിയത് ഞങ്ങളെ അല്ല എന്ന്. പിന്നെ ആരെയാണ് സഖാവേ, ആരെയാണ് ഈ പറയുന്നത്? ശരി, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുഖത്തടിച്ചതുപോലെ നമ്മൾ എല്ലാവരും നോക്കൂ, സാധാരണക്കാരിൽ തുടങ്ങി ഈ സംസ്ഥാനത്തെ നമ്മൾ ഏറെ ആരാധിക്കുന്ന മലയാളികൾ എവിടെയുണ്ടോ ആ മലയാളികൾ മുഴുവൻ ആരാധിക്കുന്ന MG പോലും ഇത്തരത്തിൽ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വരേണ്ട സാഹചര്യം ഉണ്ടായെങ്കിൽ നിങ്ങൾ അതൊന്ന് കണ്ട് പഠിക്ക്. ക്രിയേറ്റീവായി കാണുമോ, അദ്ദേഹത്തെ ചാപ്പി അടിക്കാതെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിഷ്പക്ഷത ചോദ്യം ചെയ്യാതെ ക്രിയേറ്റീവായി കാണുമോ എന്നതിന്റെ ചോദ്യം അതുകൊണ്ടായിരുന്നു. ചാമക്കാലം ഞാൻ അങ്ങനെയെത്തും, ഉറപ്പായും എത്തും. ശ്രീ ജോസഫ് സി മാത്യു, ഇവിടെ VS അച്യുതാനന്ദൻ കാലഹരണപ്പെട്ട പുണ്യാളനാണ് എന്നെഴുതിയ ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു, എം മുകുന്ദൻ എന്നാണ് പേര്. അന്ന് എന്തോ വയനാട്ടിൽ കഞ്ചാവ് വേട്ടയ്ക്ക് പോയപ്പോൾ VS ബൂട്ട്സ് ഇട്ട് കുട പിടിച്ച് കൂടെ പോയി എന്നൊക്കെയാണ് അദ്ദേഹം അന്ന് കണ്ട മഹാപരാധം. ഇക്കാലം അത്രയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം എം മുകുന്ദൻ ഞാൻ കേട്ടില്ല. സച്ചിദാനന്ദൻ അറിയാതെ എന്തോ വളരെ നേരിയ തോതിൽ എന്തോ ഒരു വിമർശനം നടത്തി, എന്തോ പ്രശ്നം ഉണ്ടായപ്പോഴേക്കും അദ്ദേഹം അത് മാധ്യമങ്ങൾ തലക്കിട്ട് പിൻവലിച്ചു. സാംസ്കാരിക മേഖലയും ഒന്നാകെ അങ്ങോട്ടേക്ക് മോദി സർക്കാരിലേക്ക് ഉറപ്പായും വേണം അവിടുത്തെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടണം. പക്ഷേ സെലക്റ്റീവായി അങ്ങോട്ടേക്ക് മാത്രം നോക്കി നിന്ന് ഇവിടുത്തെ കാര്യങ്ങളിൽ ഒരു മഹാമൗനത്തിനിടയ്ക്ക് MDയുടെ ഒരൊറ്റപ്പെട്ട ശബ്ദമാണെങ്കിലും അത് കാലത്തിൻ്റെ ശബ്ദമാണ്, അത് നല്ല കാര്യമാണ്. ശ്രീ ജോസഫ് സി മാത്യു, ഇവിടെ നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് നടന്ന ദിവസം ഒരു രാജ്ഭവനിലേക്ക് LDF-ന്റെ നേരായ കാര്യം പറഞ്ഞ്, അല്ലെങ്കിൽ ശരിയായ കാമ്പുള്ളൊരു കാര്യം പറഞ്ഞ് ഒരു സമരം നടക്കുകയാണ്, കർഷക പ്രശ്നം നടക്കുകയാണ്, ഗവർണറുടെ തെറ്റായ പ്രയോഗത്തിനെതിരെ LDF-ന്റെ ഹർത്താൽ നടക്കുകയാണ്. അന്ന് രാത്രി ഉറപ്പായും ഞാനടക്കം തലേദിവസം കരുതിയിരുന്ന ചർച്ച അത് ഉറപ്പായും ചർച്ച ചെയ്യണമെന്ന് കരുതിയിരുന്ന ചർച്ചയാണ്. അന്ന് ആ ദിവസമായപ്പോഴേക്കും അത് വാർത്തയിലേ ഇല്ല, ചിത്രത്തിലേ ഇല്ല, എവിടെയുമില്ല. കാരണം എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് പോലീസ് പ്രതിപക്ഷത്തിൻ്റെ ഐശ്വര്യമാണോ എന്നെ ചോദ്യം. ആ അർത്ഥത്തിൽ ഇനി ആ സംഭവം മാത്രം എടുത്താൽ പോലും തെറ്റാണോ ശ്രീ ജോസഫ് സി മാത്യു? ഹാഷ്മി, യഥാർത്ഥത്തിൽ ഉറങ്ങിക്കിടന്ന യൂത്ത് കോൺഗ്രസിന് ഊർജം പകരുകയും രാഹുൽ മാങ്കൂട്ടം എന്നുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പരിശോധിച്ചാൽ തന്നെ അദ്ദേഹത്തിനൊരു വലിയ ലോഞ്ച് പാഡ് കൊടുക്കുകയുമാണ് ഈ സർക്കാർ ചെയ്തതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ രീതിയിൽ രാഷ്ട്രീയമായിട്ട് ബാക്ക് ഫയർ ചെയ്യാവുന്ന ഒരു സ്റ്റെപ്പാണ് എടുക്കുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇങ്ങനെ 10 ദിവസം പിടിച്ച് ജയിലിലിടുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ ഇവർ ശ്രമിക്കുന്നത് അതല്ല. അതൊന്നും ഇവരെ ചിന്തിപ്പിക്കുന്നേ ഇല്ല. ഇവർ ശ്രമിക്കുന്നത് ഇവിടെ ഭീതിയുടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയും ഈ പറയുന്ന നേരത്തെ പ്രകീർത്തിച്ച പോലെ മഹാത്മാഗാന്ധിക്ക് തുല്യൻ, ശ്രീനാരായണ ഗുരുവിന് തുല്യൻ, അങ്ങനെ ആരാധിക്കപ്പെടേണ്ട ഒരു വ്യക്തി, ആ വ്യക്തിക്കെതിരായി സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഇവർ അങ്ങനെ സംസാരിക്കുന്നവർക്കെതിരെ ആരോപിക്കുന്ന കുറ്റം ദൈവനിന്ദയാണ്. ദൈവനിന്ദയ്ക്ക് ഒരു ശിക്ഷയേ ഉള്ളൂ. ആ ശിക്ഷയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിന് പിന്നെ വേറെ മാനങ്ങളൊന്നും തേടുന്നില്ല എന്നുള്ളതാണ്. ബാക്കി നിങ്ങൾക്ക് ആക്ഷേപിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാം. ദൈവനിന്ദയ്ക്ക് ഒരൊറ്റ ശിക്ഷയേ ഉള്ളൂ. ആ ശിക്ഷ തേടിയാണ് ഇവരിത് നടക്കുന്നത്. അങ്ങനെ ഒരു പ്രതീതി ഈ സമൂഹത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇവരങ്ങനെ ഒരു ദൈവത്തെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ദൈവനിർമ്മിതിയുടെ ഭാഗമായിട്ട് അതിനെതിരായിട്ടുള്ള എല്ലാ ശബ്ദങ്ങളെയും ഇല്ലാതാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത്. അല്ലാതെ ഇത് രാഷ്ട്രീയമായി പരിശോധിക്കപ്പെടുന്നില്ല. ഇതിൻ്റെ മാനദണ്ഡം മറ്റൊന്നാണ്. അവിടെ ഇത്തരം ചോദ്യങ്ങൾക്കോ നമ്മൾ പറയുന്ന ജനാധിപത്യത്തിലെ ശരിക്കോ തെറ്റിനോ നാളത്തെ ഒരു ഇലക്ട്രൽ ബാറ്റിൽ കിട്ടാവുന്ന മേന്മയ്ക്കോ ഒന്നും യാതൊരു ഉത്തരവുമില്ല. കാരണം ഇത് വേറെ ഒരു റിലീജിയസ് പ്ലാങ്കിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ പരിശോധിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം തന്നെ ചർച്ച ചെയ്യണം എന്നാണല്ലോ പറഞ്ഞത്. അതിന് മുമ്പേ ഒരു വാചകം കൂടി പറഞ്ഞ് ഞാൻ MDയുടെ വിഷയത്തിൽ നിന്ന് ഞാൻ മാറാം. അതല്ല വിഷയമെന്ന് അഡ്വക്കേറ്റ് പ്രിജിയോട് ഓർമ്മപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നേരത്തെ ഹാഷ്മി പറഞ്ഞ പോലെ ഇതെല്ലാം വളരെ ചേർന്ന് കിടക്കുന്നതാണ്. MD പറഞ്ഞ കാര്യങ്ങളില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് യാതൊരു താല്പര്യവുമില്ല. കോൺഗ്രസ് ഇവിടെ ഒരു സമരം നടത്തി, അതിലെ ഇവിടെ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടു. 50,000 രൂപയ്ക്ക് 50,000 രൂപ നശിപ്പിക്കപ്പെട്ടു. അതിനെതിരെ പോലീസ് നിലവിലുള്ള വകുപ്പ് പ്രകാരം കേസെടുത്തു. അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കുന്നു, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു, കോടതി ജാമ്യം നിഷേധിക്കുന്നു, 10 ദിവസം റിമാൻഡിൽ കിടക്കുന്നു. ഇതിലൊന്നും നമുക്ക് യാതൊരു താല്പര്യവുമില്ല. അത് ദിവസം തോറും നടക്കുന്നതാണ്. ഇവിടെ DYFIയുടെ
അഖിലേന്ത്യാ പ്രസിഡന്റ്, ഇപ്പോഴും പ്രസിഡന്റാണെന്ന് ഞാൻ കരുതുന്നു, റഹീം MP, സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സ്വരാജ്, ഇവരെ രണ്ടുപേരെയും സമാനമായ കുറ്റത്തിൽ കോടതി കഴിഞ്ഞ ദിവസം 1 വർഷത്തേക്ക് ശിക്ഷിച്ചല്ലോ. അപ്പോൾ ഈ കുറ്റാരോപിതനായിട്ട് ഒരു FIR ആ കേസ് തന്നെയാണെന്ന് അറിയില്ല. റഹീം പങ്കെടുത്ത ഈ കരിങ്കൽ അടക്കം എറിഞ്ഞൊരു കേസിൽ പൊതുമുതൽ നശിപ്പിച്ചത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ അപ്പീൽ പോയിട്ടുണ്ട് കേട്ടോ. അതല്ലാതെ SFIയുടെ വേറൊരു പൊതുമുതൽ നശിപ്പിക്കലിൽ ഈ സർക്കാർ തന്നെ 2ാമത് അപ്പീൽ പോയിട്ടുണ്ട്. ഈ പറയുന്നത് എന്താണ്? നിയമസഭയ്ക്കുള്ളിലെ എന്താണ് ഞാൻ പറയും അത് റദ്ദായിപ്പോയ മുദ്രാവാക്യങ്ങൾ എന്ന് പറയും. ആ മുദ്രാവാക്യത്തിന്റെ പേരിൽ നടത്തിയ ഒരു സമരത്തിൽ സുപ്രീം കോടതി വരെ പോയിട്ടുണ്ട് കേട്ടോ അത് പിൻവലിക്കാൻ. അപ്പൊ പൊതുമുതൽ എന്ന് പറയുന്ന അഗാധ സ്നേഹമൊക്കെ ആണോ? അതെ, ജോസഫ് സി മാത്യു. അത് അല്ല പൊതുമുതൽ സ്നേഹമുള്ളത് കൊണ്ട് മാത്രമല്ല ഞാൻ പറയാൻ വന്നത്, ആ സമാനമായ കുറ്റകൃത്യത്തിൽ, അതായത് 332 IPC പ്രകാരം ശിക്ഷിക്കപ്പെട്ട 1 വർഷം ശിക്ഷിക്കപ്പെട്ട അതേ വ്യക്തി ചാനലിൽ വന്നിരുന്നിട്ട് ദേ കുറ്റാരോപിതൻ അധമൻ ഇവിടെ റൈറ്റിംഗ് ആണ് നടത്തിയത് എന്ന് പറയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ MDയുടെ പറയാൻ വന്ന വാചകം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് എങ്ങനെയാണ് ഒരു മാസിനെ, ഒരു ജനക്കൂട്ടത്തെ സമൂഹമായി മാറ്റേണ്ടത് എന്നാണ്. തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞതുപോലെ പൊതുവൽക്കരിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് എല്ലാ ജനാധിപത്യ ഭരണാധികാരികൾക്കും ബാധകമാണ്. ഏറിയും കുറഞ്ഞും എല്ലാവരും ഇതിൽ തെറ്റുകാരാണ്. കേന്ദ്രത്തിലൊക്കെയുള്ള നമ്മുടെ ഭരണത്തെക്കുറിച്ച് ഇത് പറഞ്ഞാൽ 100% ശരിയുമാണ്. ഇതിലൊന്നും തർക്കമില്ല. പക്ഷേ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നതിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അദ്ദേഹം ഉദാഹരിച്ചത് ഒന്ന് സോവിയറ്റ് യൂണിയൻ ശിഥിലീകരിക്കപ്പെട്ടതിനെക്കുറിച്ചാണ്. അതിൽ വേദനിക്കുന്നവരോടാണ് അദ്ദേഹം പറയുന്നത് ഈ ശിഥിലീകരണത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ അതിനെ ന്യായീകരിക്കാനും അങ്ങനെ ഇല്ല എന്ന് തള്ളിപ്പറയാനുമാണ് ശ്രമിച്ചതെങ്കിൽ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ ഓർമ്മിക്കണം എന്ന്. അത് BJPക്ക് ബാധകമാണെന്ന്, കോൺഗ്രസ്സിന് ബാധകമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ആയിക്കോട്ടെ. EMSനെ ഉദാഹരിച്ചുകൊണ്ട് EMS അങ്ങനെ ആയിരുന്നില്ല എന്ന് പറയുന്നത്, EMS മാതൃകയാകുന്നത് ശ്രീ നരേന്ദ്രമോദിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. EMSനെ നിങ്ങൾ എന്തുകൊണ്ടാണ് മാതൃകയായി കാണാത്തതെന്ന് ചോദിക്കുന്നത് ആരോടാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇനി അത് സംശയിക്കാനും അത് തള്ളിക്കളയാനും ദൈവത്തിന് അങ്ങനെയൊന്നും സംഭവിക്കില്ല, അപ്പോഴും ദൈവനിന്ദ നമ്മൾ പാടില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. എനിക്ക് ആ മഞ്ഞപ്പിത്തമാണ് ഇഷ്ടം, അതങ്ങനെ തന്നെ തുടരട്ടെ. നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമാണ് ചർച്ചയെങ്കിൽ അതിലേക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിനെതിരെ ഒന്നാമത് ചാർജ് ചെയ്തിരിക്കുന്നത് 333 എന്നുള്ള വകുപ്പാണ്. 333 എന്നുള്ള പല വകുപ്പുകളുടെ കൂട്ടത്തിൽ 333 എന്നുള്ള വകുപ്പിൻ്റെ പ്രത്യേകത അത് 7 വർഷത്തിൽ കൂടുതൽ തടവ് കിട്ടാവുന്ന മാക്സിമം പണിഷ്മെൻ്റ് അതിന് കിട്ടാവുന്നത് 7 വർഷത്തിൽ കൂടുതലാണ്. അപ്പോൾ ഈ 333-ാമത്തെ വകുപ്പ് എന്താണ്? പൂവർ വോളണ്ടറിലി കോസസ്. അദ്ദേഹം സ്വമേധയാ ആയുധമെടുത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ഒരു പബ്ലിക് സർവൻറ്റിനെ ആക്രമിക്കുകയും അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്താൽ മാത്രം ചാർജ് ചെയ്യാവുന്ന ഒരു വകുപ്പ്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് അങ്ങനെ ഒരു ചാർജ് പ്രോസിക്യൂഷൻ ഇല്ല. പ്രോസിക്യൂഷൻ്റെ അഭിഭാഷകൻ പുറത്തു വന്ന് പറയുന്നത് പോലും എന്താണ്? ഇദ്ദേഹം തടഞ്ഞില്ല. അവിടെ അക്രമം നടക്കുമ്പോൾ മുഴുവൻ സമയവും ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇദ്ദേഹം തടഞ്ഞില്ല. ഇത് മാത്രമാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആക്ഷേപം. പോട്ടെ, 333-ാമത്തെ വകുപ്പ് എന്തിനാണ് ചേർക്കുന്നതെന്ന് അറിയാമോ? 7 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കാവുന്ന ഒരു വകുപ്പുണ്ടെങ്കിൽ 41A പ്രകാരമുള്ള നോട്ടീസ് കൊടുക്കേണ്ടതില്ല എന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ആക്ടിൻ്റെ ലെറ്ററിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനത്തെ ഒരു വ്യാഖ്യാനം നിയമവൃത്തങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം 7 വർഷത്തിൽ താഴെ കിട്ടാവുന്ന വകുപ്പുകളാണെങ്കിൽ നിർബന്ധമായും 41A നോട്ടീസ് കൊടുക്കണം. പക്ഷേ ഇവിടെ എന്താണ്? ശ്രീ രാഹുൽ മാങ്കൂട്ടത്തലിന് 41A നോട്ടീസ് കൊടുത്തു. പ്രേക്ഷകരുടെയും കൂടെ അറിവിലേക്കായിട്ട് 41A നോട്ടീസ് എന്ന് പറഞ്ഞാൽ പോലീസ് ഓഫീസറുടെ മുമ്പാകെ ഹാജരാകണം എന്ന് കാണിച്ചുകൊണ്ട് പ്രതിസ്ഥാനത്ത് വരുന്ന ഒരാൾക്ക് കൊടുക്കുന്ന നോട്ടീസാണ്. എപ്പോഴാണ് ഇത് കൊടുത്തത്? ഒരാളെ കസ്റ്റഡിയിലെടുത്ത ശേഷം അങ്ങനെ ഒരു നോട്ടീസ് കൊടുക്കുന്നത് എന്തിനാണ്? കാര്യം കസ്റ്റഡിയിലുള്ള ഒരാൾക്ക് അദ്ദേഹത്തിന് ഹാജരാവാൻ കഴിയില്ലല്ലോ, അദ്ദേഹത്തെ ഹാജരാക്കാനല്ലേ കഴിയുള്ളൂ. എന്നാൽ പിന്നെ പോലീസ് സ്വയം അങ്ങ് മേടിച്ചാൽ പോരെ. ഇനി എന്ന് ഹാജരാകാനാണ് ആ നോട്ടീസ് പ്രകാരം ആവശ്യപ്പെട്ടത്? ബഹുമാനപ്പെട്ട കോടതി, മജിസ്ട്രേറ്റ് കോടതി എന്തുകൊണ്ടാണ് ഈ 41A നോട്ടീസ് കൊടുത്തു എന്ന് കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. 41A നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഹാജരാകാൻ സമയം കൊടുക്കണം എന്ന് മാത്രമല്ല മജിസ്ട്രേറ്റിൻ്റെ അനുമതിയോടുകൂടിയേ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ.
അപ്പോൾ ഇതെന്തോ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ബിൽക്കിസ് ബാനുവിൻ്റെ കേസിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ അതിന് സമാനമായ കേസാണെന്നൊന്നും ഞാൻ പറയുകയല്ല. പക്ഷേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നു ഇവിടുത്തെ ചില സംസ്ഥാന സർക്കാരുകൾ പോട്ടെ സർക്കാരുകൾ ഈ നിയമത്തിൻ്റെ മുകളിൽ ഫ്രോഡ് നടത്താറുണ്ട്. സുപ്രീം കോടതിയെ വരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഫ്രോഡ് നടത്താറുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ സുപ്രീം കോടതി പറയും അന്ന് ഞങ്ങൾക്ക് പറ്റിയത് തെറ്റായി പോയി എന്ന് പറയും. അപ്പോൾ ഇവിടെ നടന്നത് യഥാർത്ഥത്തിൽ ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നത് സംസ്ഥാന സർക്കാർ ഈ നിയമവ്യവസ്ഥതയ്ക്ക് മുകളിൽ നടത്തിയ ഒരു ഫ്രോഡാണ്. ഒരു വ്യക്തിക്ക് 41A നോട്ടീസ് കൊടുത്തു എന്ന് കോടതിയിൽ പറയുക. എപ്പോഴാണ് നോട്ടീസ് കൊടുത്തത്? കസ്റ്റഡിയിലെടുത്ത ശേഷം എന്തിനാണ് നോട്ടീസ് കൊടുക്കുന്നത്? ഇവർ പോക്കറ്റിലിട്ടാൽ പോരെ, എന്ന് ഹാജരാകാനാണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു നോട്ടീസ് ലഭിച്ച ശേഷം അത് മജിസ്ട്രേറ്റിൻ്റെ അനുമതിയോടുകൂടിയാണോ അറസ്റ്റ് ചെയ്തതെന്ന് റിമാൻഡ് റിപ്പോർട്ട് കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴെങ്കിലും ഈ മജിസ്ട്രേറ്റ് പരിശോധിക്കണ്ടേ? ഇതൊന്നും നടത്താതെ ഒരാളെ നിർബന്ധപൂർവം ജയിലിലടക്കണം, 10 ദിവസമെങ്കിൽ 10 ദിവസം വിചാരണ ഒരു ബെയിൽ നിഷേധിക്കപ്പെട്ട് അകത്തിടണം എന്നുള്ള വെറും ദുർവാശിയാണ്. അതേസമയം ശിക്ഷിക്കപ്പെട്ട ആൾക്കാർ ബെയിലിൽ പുറത്ത് നടക്കുകയാണ്. സമാനമായ കേസിൽ ശിക്ഷിക്കപ്പെട്ട ആൾക്കാർ ബെയിലിൽ പുറത്ത് നടക്കുമ്പോൾ ആരോപിക്കപ്പെട്ട ആൾക്കാർ അകത്ത് കിടക്കുകയാണ്. എന്ത് ന്യായമാണ് ഇവർ ഈ പറയുന്നത്? എന്നിട്ട് ജനാധിപത്യത്തെക്കുറിച്ചും ഞങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നും പറയുകയാണ്. നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഒരു വനിതാ സഖാവിനെ, ഞങ്ങളുടെ സഖാവിനെയും അറസ്റ്റ് ചെയ്തില്ലേ എന്ന് പറയുകയാണ്. പോലീസ് അങ്ങനെയാണ്, കൈതല്ലി ഒടിക്കും, തലതല്ലി ഒടിക്കും, ഹെൽമെറ്റ് ഇട്ടടിക്കും എന്ന് പറയുകയാണ്. ഇത് പറയാനാണോ ഒരു ഇടതുപക്ഷ സർക്കാർ? ഇതിനെ വിമർശിച്ചാൽ ഇടതുപക്ഷ വിമർശനമാകുന്നത് എങ്ങനെയാണ്? ഇടതുപക്ഷത്തിൻ്റെ പേരിൽ കയറിയിരിക്കുന്ന സർക്കാരുകൾ കാണിക്കുന്ന ഇടതുപക്ഷ വിരുദ്ധ പ്രവർത്തനത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. അല്ലാതെ ഇവർ ചെയ്യുന്നതിനെ എല്ലാം ന്യായീകരിക്കലല്ല ഇടതുപക്ഷ പ്രവർത്തനം എന്നാണ് ബഹുമാനപ്പെട്ട MD ഉൾപ്പെടെ ഇവിടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവിടെ നടത്തുന്ന മനുഷ്യാവകാശ ധ്വംസനത്തെ നമ്മൾ അടിയന്തരാവസ്ഥക്കാലത്തും അല്ലാത്തപ്പോഴും ഇപ്പോഴും ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ഇടതുപക്ഷമാണ് ഈ സംസ്ഥാനത്ത് ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് പോലും വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കും. കേന്ദ്രത്തിലേക്ക് പോയ ഇപ്പൊ ന്യൂസ് ക്ലിക്കിന്റെ കേസാവട്ടെ, ടീസ്റ്റയുടെ കേസാവട്ടെ, പാവം പാതിരിയെ പിടിച്ചകത്തിട്ട കേസാവട്ടെ, സിദ്ദിഖാപ്പൻ കേസാവട്ടെ, ഈ പറയുന്ന ഇടതുപക്ഷം ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഭരണകൂട വേട്ട എന്ന് ആരോപിക്കുന്ന എല്ലാ കേസാവട്ടെ, അതിനും കേന്ദ്രത്തിന്റെ പക്കൽ നിയമത്തിന്റെ യുക്തി ഉണ്ടെന്നേ. ഇവിടെ അന്ധമായ CPM വിരോധമില്ലാതെ, അന്ധമായ സർക്കാർ വിരോധമില്ലാതെ, സർക്കാർ ചെയ്യുന്നതിനെയും CPM ചെയ്യുന്നതിനും നല്ല കാര്യത്തെ നല്ല കാര്യമെന്നും വിമർശിക്കേണ്ടതിന് വിമർശിക്കേണ്ടതെന്നും ചെയ്തുകൊണ്ട് ഒബ്ജക്റ്റീവായ മാധ്യമപ്രവർത്തനം ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ മാധ്യമപ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് എടുത്ത് അവരെ ശത്രുപക്ഷത്താക്കാൻ ബോധപൂർവമായ ശ്രമം ഉണ്ടാക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒരു വ്യാജരേഖ കേസിന്റെ സംശയനിഴലുണ്ടായിരുന്നു. നേരിട്ട് രാഹുലിലേക്ക് എത്തിക്കാനുള്ള തെളിവൊന്നും പോലീസിന് ഇപ്പോഴും കിട്ടിയിട്ടില്ലെങ്കിലും ആ സംശയനിഴലിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് എക്സ്ട്രാ മൈലേജ്, അങ്ങേയറ്റം ഒരു രാഷ്ട്രീയ നേതാവിന് കിട്ടാവുന്ന ഏറ്റവും അധികം മൈലേജ് രാവിലെ മുതൽ രാത്രി വരെ ഉണ്ടായി കൊടുക്കുക. എന്നിട്ട് ഈ സാന്ദ്ര ബോസ് എന്ന് പറയുന്ന ഒരു 21-കാരി SFIക്കാരിയെ രാത്രി 5 മണിക്ക് വീട്ടിൽ കയറി പോലീസ് ചെയ്ത മര്യാദകേടിനെ ആഘോഷമാക്കുക, അത് ധീരതയുടെ ആഘോഷമാക്കി മാറ്റുക. ഈ ബുദ്ധിയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആരാണ് ശ്രീ പ്രജി? ഹാഷ്മിയുടെ ആ ചോദ്യത്തിലേക്ക് തീർച്ചയായും ഞാൻ വരും. പക്ഷെ അതിനു മുമ്പ് 2 കാര്യങ്ങൾക്ക് മറുപടി പറയാനുള്ള, അല്ലെങ്കിൽ അതിലുള്ള എൻ്റെ പ്രതികരണത്തിന് ഉള്ള അവസരം തരണം. ഒന്ന്, ഒരു സർക്കാസ്റ്റിക്കലായിട്ട് ചാമക്കാല പറഞ്ഞ ഒരു തമാശയാണ്. ആ തമാശ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ തന്നെയുള്ള വൈകല്യത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാകും. അദ്ദേഹം നോക്കുമ്പോൾ എൻ്റെ ചെയറിൻ്റെ പിറകിൽ മാത്രമാണ് മഞ്ഞ നിറം കാണുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് വർണ്ണാന്ധതയുണ്ടോ എന്നുള്ള സംശയം എനിക്കുണ്ട്. കാരണം ഞാൻ നോക്കുമ്പോൾ ഹാഷ്മിയുടെ കോട്ടിലൊരു മഞ്ഞ നിറം കാണുന്നുണ്ട്, ഒരു മഞ്ഞ ബാഡ്ജ്. അതുപോലെ തന്നെ ബഹുമാന്യനായ ജോസഫ് സി മാത്യുവിൻ്റെ ബാക്കിലെ പശ്ചാത്തലത്തിലും ആ മഞ്ഞ കാണുന്നുണ്ട്. ഇതൊക്കെ അങ്ങ് സഹിക്കാമെന്ന് വെച്ചാലും എത്രയോ ചർച്ചകളിൽ ഒരുമിച്ച് പങ്കെടുത്തിട്ടുള്ള ചാമക്കാലയ്ക്ക് ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ പേര് പോലും ഒന്ന് നേരെ ചൊവ്വേ വായിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് ഈ തരത്തിലുള്ള രാഷ്ട്രീയ അന്ധതയോടുകൂടി തന്നെയാണ് അദ്ദേഹം തീർച്ചയായും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ശ്രീ ജോസഫ് സി മാത്യു ഈ ചർച്ചയിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് നിയമപരമായ ചില വ്യാഖ്യാനങ്ങളും പ്രതികരണങ്ങളും നടത്തി. ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായും അതിൽ പ്രതികരിക്കാതെ പോകുന്നത് ശരിയല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം വളരെ വളരെ അടിസ്ഥാനപരമായി, ഒരുപക്ഷെ അദ്ദേഹം ഈ നിയമത്തെ സംബന്ധിച്ച് വേണ്ട വിധത്തിൽ നോക്കാതെ വന്നതുകൊണ്ടാകും എന്ന് തന്നെയാണ് ഞാനത് വിശ്വസിക്കുന്നത്.
അദ്ദേഹം ഈ റിമാൻഡ് അപേക്ഷയിലെ എല്ലാ ഭാഗങ്ങളും വായിച്ചു. പക്ഷേ അദ്ദേഹം ഇവിടെ വിശദീകരിക്കാൻ ശ്രമിച്ചത് 333 എന്ന് പറയുന്ന ഒരു വകുപ്പാണ് ആദ്യം വിശദീകരിക്കാൻ ശ്രമിച്ചത്. ഈ 333 എന്ന് പറയുന്ന വകുപ്പ് വെറുതെ ഒരു മനുഷ്യത്വഹീനമായ പ്രവൃത്തിയിലൂടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ പ്രതിയാക്കാൻ വേണ്ടി ചേർത്തു എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഈ റിമാൻഡ് അപേക്ഷയിലെ 41A നോട്ടീസ് കൊടുത്തു എന്ന ഭാഗം വായിച്ചതോടൊപ്പം തന്നെ രണ്ടാമത്തെ പേജിലെ അവസാനത്തെ വരികൾ അദ്ദേഹം വായിക്കാതിരുന്നത് വളരെ മോശമായി പോയി എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പൂജപ്പുര പോലീസ് സ്റ്റേഷൻ SHO റോജ് കൈക്ക് അസ്ഥിക്ക് പൊട്ടൽ സംഭവിച്ച ഗുരുതര പരിക്കുകൾ പറ്റുന്നതിനും SIF ഉദ്യോഗസ്ഥരായ രാജേഷ്, CPO രതീഷ്, സന്ദീപ് എന്നിവർക്ക് പരിക്കുകൾ സംഭവിപ്പിക്കാൻ ഇടയാക്കിയും എന്ന് പറയുമ്പോൾ ഈ 333 ചേർത്ത് വെച്ച് അസ്ഥിക്ക് പൊട്ടൽ സംഭവിച്ചതിന്, ഗുരുതരമായ പൊട്ടൽ സംഭവിച്ചതിന് ഒരു 326 കൂടി ഉണ്ട് സാർ. അവിടെ ഒരു 333 മാത്രമല്ല 10 വർഷത്തെ ശിക്ഷ കിട്ടുന്ന വകുപ്പായി ഈ കേസിലുള്ളത്. ഒരു 326 കൂടിയുണ്ട്. ആ 326നും 10 വർഷത്തെ ശിക്ഷ കിട്ടും. പിന്നീട് എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ അദ്ദേഹത്തിന്റെ നിയമപരമായ വ്യാഖ്യാനം, അത് അദ്ദേഹം ഇന്ന് ഈ ചാനലിൽ മാത്രമല്ല, മെനഞ്ഞാന്ന് മറ്റൊരു ചാനലിലും അദ്ദേഹം ഈ വാദമുഖം നിരത്തുന്നത് ഞാൻ കണ്ടു. 333 എന്ന് പറയുന്നത് സ്വമേധയാ ഒരാൾ തന്നെ എടുത്ത് പ്രയോഗിച്ചാലേ ആ സെക്ഷൻ ഇടാൻ വേണ്ടി കഴിയൂ എന്നുള്ളൊരു തെറ്റായ ധാരണ അദ്ദേഹത്തിനുണ്ടെങ്കിൽ ദയവായി ഈ കേസിനകത്ത് അങ്ങനെയല്ല എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കണം എന്നുള്ള വിനീതമായ അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ഈ കേസിനകത്ത് അതോടൊപ്പം തന്നെ ചേർത്ത് വെച്ച 149 എന്ന് പറയുന്ന ഒരു വകുപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഒരാൾ ഒരു കുറ്റകൃത്യത്തിന് ചെയ്യുന്നു എന്നുള്ള അറിവോടുകൂടി ഒരു അൺലോഫുൾ അസംബ്ലിയിൽ 5-ലധികം പേരുള്ള ഒരാൾക്കൂട്ടത്തിൽ സംഘാംഗമായി ചേർന്നുകൊണ്ട് നടത്തുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾ, റയോട്ടിംഗ്, അവിടെയാണ് പ്രധാനം. അപ്പോ ഒരാൾ ഒരു അൺലോഫുൾ അസംബ്ലിയിൽ അംഗമായി ഇരുന്നു കൊണ്ട് ആ അൺലോഫുൾ അസംബ്ലിയിൽ പങ്കെടുക്കുന്ന ആളുകൾ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തികൾക്കും ആ അൺലോഫുൾ അസംബ്ലിയിലെ ഓരോരുത്തർക്കും തുല്യ ഉത്തരവാദിത്തമുണ്ട്. ഒരാൾ 5 പേർ 6 പേരടങ്ങുന്ന സംഘം പോയി ഒരാളിനെ കുത്തിക്കൊല്ലുന്നു. അങ്ങനെ കുത്തിക്കൊല്ലുമ്പോൾ ഒരാളായിരിക്കും കുത്തിക്കൊല്ലുന്നത്. 149 ഉണ്ടെങ്കിൽ ആ സംഘത്തിലെ ഓരോരോ അംഗങ്ങൾക്കും ആ 302 എന്ന് പറയുന്ന വകുപ്പ് ബാധകമായി വരും. അദ്ദേഹം ഇത് രണ്ടാമത്തെ ചാനലിലാണ് ഈ തരത്തിൽ നിയമപരമായി വികലമായ തെറ്റായ വ്യാഖ്യാനങ്ങൾ. അദ്ദേഹത്തെ പോലെ ബഹുമാന്യനായ ഒരാൾ ഈ ഇന്ത്യൻ ശിക്ഷാ നിയമം വേണ്ട വിധം വായിച്ചു മനസ്സിലാക്കാതെ ഇതിങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസിനകത്ത് PDPP നിങ്ങൾ വിടൂ. ശരി, PDPPയെ സംബന്ധിച്ച് വിഡ്രോവൽസ് ഗവൺമെന്റുകൾ എല്ലാം തന്നെ ഫയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൂജപ്പുര SHOയുടെ കൈ അടിച്ചൊടിച്ചു ആ അൺലോഫുൾ അസംബ്ലിയിലെ 2011 ജൂൺ 29 2 3 പോലീസുകാർക്ക് പരിക്ക് സംഭവിച്ചു. ശ്രീ പ്രിജി, 2011 ജൂൺ 29 സർക്കാരിന്റെ സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തിനെതിരെ SFIയുടെ മാർച്ച് റഹീമിന്റെ നേതൃത്വത്തിലാണ്. പോലീസിന് നേരെ കരിങ്കൽ ചീളുകൾ, സ്ഫോടക വസ്തുക്കൾ. അന്നത്തെ DCP ആയിരുന്നു ജോളി ചെറിയാൻ, പേരൂർക്കട സ്റ്റേഷനിലെ ASI ആയിരുന്ന രാജേന്ദ്രൻ ഗുരുതരമായി പരിക്കേറ്റവരാണ് കേട്ടോ. അതുകൊണ്ട് ഇത് കേരളപ്പിറവിയുടെ ചരിത്രത്തിന് ശേഷം ആദ്യമായി ഉണ്ടാകുന്ന ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചും കേരളപ്പിറവിയുടെ ചരിത്രത്തിന് ശേഷം ആദ്യമായി പോലീസിന് നേരെ കയ്യേറ്റവും പോലീസിന് പരിക്കേൽക്കുന്നതും പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്നതും ചരിത്രത്തിലെ ആദ്യ സംഭവമാണ് എന്ന മട്ടിൽ നിയമം പറയല്ലേ? ഇത് കാലാകാലങ്ങളിൽ കേരളം കാണുന്നതല്ലേ ശ്രീ PA പ്രിജി? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഹാഷ്മി. ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഹാഷ്മി വളരെ വിശദമായ ഒരു മുഖപ്രസംഗം നടത്തിയപ്പോൾ തന്നെ പറഞ്ഞത് എന്താ? തിരിച്ച് ഇന്ന ആളുകൾക്ക്, CPMന്റെ ആളുകൾക്ക്, CPIയുടെ ആളുകൾക്ക്, ഇടതുപക്ഷത്തിന്റെ ആളുകൾക്ക് ഇങ്ങനെ അറസ്റ്റ് ഉണ്ടായിട്ടില്ലേ, ഇങ്ങനെ കേസുകൾ ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിച്ചാൽ അത് ക്യാപ്സൂൾ ആണെന്ന് ഹാഷ്മി പറയുന്നത്. ഇപ്പൊ ഹാഷ്മി പറഞ്ഞത് ഒരു ക്യാപ്സൂൾ അല്ലേ? കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ പൊതു മുതലിനെ നശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരെയും പോലീസുകാരെയും മുറിവേൽപ്പിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്യുന്ന ആദ്യത്തെ കേസാണെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ഹാഷ്മിയാണ് ഇതിന് പകരമായി CPM പണ്ട് ഇത് ചെയ്തിട്ടില്ലേ എന്നുള്ള ചോദ്യം ഞാൻ അങ്ങനെ ഒരു സമീകരണത്തിലില്ലെന്നേ. പറഞ്ഞത് സർ, സാന്ദ്ര തോമസിനെ രാവിലെ വീട്ടിൽ കയറി 5 മണിക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മര്യാദകേടാണെന്ന് ഉറച്ച ഭാഷയിൽ പറയേണ്ട SFI DYFI. അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെ വീട്ടിൽ കയറിയത് സാധൂകരിക്കാൻ അത് ആഘോഷമാക്കുകയാണ് ചെയ്യേണ്ടത്.
രാഹുൽ ഒന്നുമില്ലെങ്കിൽ എന്താണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. സാന്ദ്ര ബാബു SFI കാരിയാണ്, 21 വയസ്സേ ഉള്ളൂ, പെൺകുട്ടിയാണ്. രാവിലെ 5 മണിക്ക് പോലീസ് വീട്ടിൽ കയറാൻ എന്തിനാണ്? സാന്ദ്ര ബോസ് അതിലേക്ക് വരാം. ഞാൻ ഇത് പറഞ്ഞ പോയിന്റ് പൂർത്തിയാക്കിയതിനു ശേഷമല്ലേ സാന്ദ്രയുടെ വിഷയത്തിലേക്ക് വരിക. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനെ കുറിച്ചായിരുന്നല്ലോ ഇതിടെ വളരെ വിശദീകരിച്ച് വളരെ വലിയ നിയമപരമായ വ്യാഖ്യാനങ്ങൾ ശ്രീ ജോസഫ് സി മാത്യു നിരത്തിയത്. അത് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞ് സമർത്ഥിക്കുന്നതിനിടയിൽ എന്തിനാണ് അങ്ങ് ഈ ചർച്ചയെ സാന്ദ്രയുടെ അറസ്റ്റിലേക്ക് വഴിതിരിച്ചു കൊണ്ടുപോകുന്നത്? സാന്ദ്രയുടെ അറസ്റ്റിൽ സാന്ദ്ര ചെയ്തിട്ടുള്ള പ്രവർത്തികൾ നിയമവിരുദ്ധ പ്രവർത്തികളാണെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടും. അത് തീർച്ചയായും ഒരു ഭരണകൂട ഭീകരതയാണെങ്കിൽ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അത് ചോദ്യം ചെയ്യും. അതിനകത്തൊക്കെ എന്താന്നേ സംശയം? ചോദ്യം ചെയ്തിട്ടില്ല. ഈ രാഹുൽ അതിനെ ആഘോഷമാക്കുകയാണ്, അതിനെ മഹത്വവൽക്കരിക്കുകയാണ്. അതിനെ ചോദ്യം ചെയ്ത് എവിടെയും ഞാൻ എവിടെയും കണ്ടില്ല. രാവിലെ 5 മണിക്ക് ഒരു പെൺകുട്ടിയെ കയറി അറസ്റ്റ് ചെയ്യാൻ രാവിലെ 5 മണിക്ക് ഒരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് പോകണ്ട എന്ന് ധൈര്യത്തോടെ പറഞ്ഞ ഒരു ശബ്ദവും കണ്ടില്ല ഇതുവരെ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോ ഹാഷ്മിയുടെ പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനെ സംബന്ധിച്ചുള്ള മനുഷ്യാവകാശ പ്രശ്നമാണോ, അതോ സാന്ദ്രയിലേക്ക് ഞാൻ ഇത് വിശദീകരിക്കാതെ നേരെ സാന്ദ്രയിലേക്ക് പോവുകയാണോ വേണ്ടത്? എന്റെ പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും സാന്ദ്ര ബോസിന്റെയും മനുഷ്യാവകാശ പ്രശ്നമാണ്. അത് ഹനിക്കുന്നത് പോലീസാണ്. ഹാഷ്മിയുടെ നേതൃത്വത്തിൽ നിരവധി മാധ്യമങ്ങളിൽ നടന്നു വരികയാണ്. ഞാൻ അത് വിശദീകരിക്കാൻ എന്തുകൊണ്ടാണെന്നേ സമ്മതിക്കാത്തത്? എന്തുകൊണ്ടാണെന്നേ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇന്നു മുതൽ അടി തുടങ്ങുകയാണ്, അടിക്കട എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കുന്നു. അതോടൊപ്പം തന്നെ പിങ്ക് പോലീസിന്റെ വാഹനം തല്ലി തകർക്കുന്നു. അതിനകത്തിരിക്കുന്ന പ്രതികളെ മോചിപ്പിക്കുന്നു. അതിലൊക്കെ പ്രതിയായിട്ടുള്ള 26 പേരെ അറസ്റ്റ് ചെയ്യുന്നു. 26 പേരെ അറസ്റ്റ് ചെയ്യുമ്പോഴും, തന്റെ അനുയായികളായിട്ടുള്ള 26 പേരെ അറസ്റ്റ് ചെയ്യുമ്പോഴും കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് തിരക്കുന്നില്ല ആ കേസിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണെന്ന്. ആ കേസിൽ അദ്ദേഹം പ്രതിയാണോ എന്ന് അദ്ദേഹം തിരക്കുന്നില്ല. ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ അദ്ദേഹം ഫയൽ ചെയ്യുന്നില്ല. പകരം അദ്ദേഹം ചെയ്തത് എന്താണ്? കൃത്യമായ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ 20-ാം തീയതി നടക്കുന്ന സംഭവത്തിൽ അദ്ദേഹം 3-ാം തീയതി, എത്രയോ ദിവസത്തിന് ശേഷം 3-ാം തീയതി അദ്ദേഹം ഹെഡ് ഇഞ്ചുറി ഉണ്ട്, അദ്ദേഹത്തിന്റെ തലയ്ക്ക് അടി കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു എത്രയോ ദിവസങ്ങൾക്ക് ശേഷം. എന്നിട്ട് 7-ാം തീയതി അദ്ദേഹം അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങുന്നു. നേരെ കൊല്ലത്തെ യുവജനോത്സവ വേദിയിലേക്ക് വരുന്നു. അവിടെ നാടൻ പാട്ട് ആളുകളുടെ ഇടയിൽ നിന്നുകൊണ്ട് കൈകൊട്ടി പാടുന്നു. അപ്പോഴെങ്ങും അദ്ദേഹത്തിന്റെ തലയ്ക്ക് യാതൊരു വിധമായ പരിക്കുകളുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കിംസ് ആശുപത്രി ഡിസ്ചാർജ് സമ്മറി എന്റെ കയ്യിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കിംസ് ആശുപത്രിയിലെ ഡിസ്ചാർജ് സമ്മറി എന്റെ പക്കലുണ്ട്. അത് ഞാൻ വായിക്കാത്തത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിപരമായ പ്രശ്നമാണ്. ഇപ്പൊ MV ഗോവിന്ദൻ അത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറയുന്ന നിലവാരത്തിലേക്ക് പോകാൻ കഴിയാത്തത് കാരണമാണ് ആ ഡിസ്ചാർജ് സമ്മറി വായിക്കാത്തത്. അത് രാഹുലിന്റെ വ്യക്തിപരമായ ആരോഗ്യ പ്രശ്നമാണ്. അത് ഈ ചർച്ചയിൽ പറയേണ്ടതില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. താങ്കൾ കിട്ടുകയാണെങ്കിൽ ആ ഡിസ്ചാർജ് സമ്മറി ഒന്ന് വായിക്കണം. അത് വ്യാജമാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ ശ്രീ PA പ്രിജി. വേണ്ട, അത് ഞാനോ ഹാഷ്മിയോ അല്ലല്ലോ ഹാഷ്മി വായിക്കേണ്ടത്. ആ ഡിസ്ചാർജ് സമ്മറി വായിക്കേണ്ട ആള് വായിച്ചല്ലോ. ഈ ജാമ്യാപേക്ഷ പരിഗണിച്ച മജിസ്ട്രേറ്റ് വായിച്ചല്ലോ. ആ മജിസ്ട്രേറ്റ് എന്നിട്ട് എന്താ ചെയ്തത്? ഐ ആം നോട്ട് കൺവിൻസിങ് ഇൻ ദിസ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് കൊണ്ടല്ലേ ഒരു ഫർദർ മെഡിക്കൽ എക്സാമിനേഷൻ അദ്ദേഹത്തിനെ അയച്ചത്. ഒരു ഫർദർ മെഡിക്കൽ എക്സാമിനേഷൻ അയച്ചത് എന്തുകൊണ്ടാണ്? ഹാഷ്മിയുടെ കയ്യിൽ ഹാഷ്മി വായിക്കാതെ വളരെ പരിപാവനമായി സൂക്ഷിച്ചിരിക്കുന്ന ആ ഡിസ്ചാർജ് സമ്മറിയുടെ കണ്ടന്റ്സിനെ സംബന്ധിച്ച് മജിസ്ട്രേറ്റിന് വിശ്വാസയോഗ്യമായി തോന്നിയില്ല. കണ്ടന്റിനെ സംബന്ധിച്ചല്ല വിശ്വാസയോഗ്യം തോന്നാത്തത്. വ്യക്തിപരമായി കൊടുത്ത ഈ പറയുന്ന ഡിസ്ചാർജ് സമ്മറിയിൽ ആശുപത്രിയുടെ സീലോ ആശുപത്രിയുടെ ഒപ്പം ഉണ്ടാവേണ്ടതില്ലാത്തത് കാരണം ഇപ്പൊ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇതേ ഡിസ്ചാർജ് സമ്മറി, ഇതേ അസുഖവിവരങ്ങൾ അടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ, അത്യാവശ്യം ഗുരുതരമെന്ന് കരുതാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അടങ്ങിയ ഈ ഡിസ്ചാർജ് സമ്മറി ഈ ഹോസ്പിറ്റലിന്റെ ഓതന്റിക്കേറ്റ് കൊടുക്കാൻ പോവുകയാണ്. ചാമക്കാല എനിക്ക് തത്തുല്യമായ സമയം തരണം. എനിക്ക് രാഹുലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മറുപടി പറയാൻ മാത്രം സമയം കിട്ടിയാൽ മതി.
ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഞാൻ അദ്ദേഹത്തിന്റെ ഞാൻ എൻ്റെ എന്താ പറയുന്നത്, എനിക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞതിൽ എന്തോ വ്യത്യാസം വന്നു എന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ട് ഇനി അദ്ദേഹത്തിന്റെ പേര് ഉച്ചരിക്കുന്നില്ല. ഇനി എനിക്ക് എൻ്റെ മുമ്പിൽ ക്യാമറ ഇരിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് എനിക്ക് കാണാൻ കഴിയാതെ പോകുന്നത്. ഇനി അദ്ദേഹത്തിന് അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം അദ്ദേഹവുമായിട്ടുള്ള ചർച്ചയിൽ വരുമ്പോൾ 100 പ്രാവശ്യം അദ്ദേഹത്തിന്റെ പേര് എംപോസിഷൻ എഴുതി വരാം. ഏതായാലും അവിടെ നിൽക്കട്ടെ, ഞാൻ അതിന്റെ വിഷയങ്ങളിലേക്ക് കിടക്കാം. ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ ആദ്യത്തെ സംഭവമല്ല ഈ എന്താ പറയുന്നത്, അതൊക്കെ നല്ലതാണ്. അങ്ങനെ ഒരു 100 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതുന്നത് നല്ലതാ. കാരണം അങ്ങനെയെങ്കിലും ആ അക്ഷരങ്ങളെല്ലാം ഒന്ന് ഉറക്കട്ടെ. കൂടെ ആളിന്റെ പേരെങ്കിലും കൃത്യമായി പറയാൻ പഠിക്കണം. എനിക്ക് സൗകര്യമില്ല. താങ്കൾ കൈവച്ചേരെ അങ്ങനെ രാഹുലിനെ കുറിച്ചുള്ള വിമർശനം ശരി ഓക്കെ ജ്യോതികുമാർ ചാമക്കാല. എന്തായാലും മുഖ്യമന്ത്രി ശിഷ്യനാണെന്ന് മനസ്സിലായി. ഞാൻ എന്തായാലും ഇനി പറയട്ടെ, ഇവിടെ എന്തുകൊണ്ടാണ് ആദ്യത്തെ സംഭവമല്ല എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെ കേസെടുത്തത് കോടതി പറഞ്ഞിട്ടാണ്. എന്തിന്റെ പേരിലാണ്? ഞാൻ പറയട്ടെ, കേൾക്കുന്നേ. മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെ കേസെടുത്തത്, ആ കേസെടുത്തത് കോടതി പറഞ്ഞിട്ടാണ്. ഇന്ന് വരെ മുഖ്യമന്ത്രിയുടെ ഇടവും വലവും നിൽക്കുന്നവർ പോലീസിന് മുമ്പിൽ ഹാജരായിട്ടുണ്ടോ? ആദ്യത്തെ സംഭവമല്ലെന്നല്ലേ പറഞ്ഞത്. രണ്ടാമത്തെ ചോദ്യം, ഇവിടെ ഹസൻ മുബാറക്ക് SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം ഒരു SIയെ കൈകാര്യം ചെയ്യും, കൊന്നുകളയും എന്ന് പറഞ്ഞത് പരസ്യമായിട്ടാണ്. കേസെടുത്തിട്ടുണ്ടോ? അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അതുപോലെ നിതിൻ പുല്ലൻ, ഒരു പുല്ലനുണ്ടല്ലോ, നിതിൻ പുല്ലൻ, ആ പുല്ലനെ എന്തിന്റെ പേരിലാണ് ജീപ്പ്, ഡിവൈഎസ്പിയുടെ ജീപ്പ് അടിച്ചു തീർത്തതിന്റെ പേരിൽ കസ്റ്റഡിയിലെടുത്തപ്പോൾ ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ് അദ്ദേഹത്തെ മോചിപ്പിച്ചുകൊണ്ട് പോയത്. ആ ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? ഇല്ല. ആർഷോ ഒരു കൊലപാതക ശ്രമത്തിന്റെ പേരിൽ കേസെടുത്തു. അവസാനം കോടതി ഇടപെട്ടാണ് അദ്ദേഹത്തിന് ജാമ്യം റദ്ദാക്കിയത്. അവിടെ ഈ നീതി നടപ്പാക്കിയിട്ടുണ്ടോ? ഇല്ല. അടുത്ത ചോദ്യം, നിങ്ങൾ പറയുന്നു സമരത്തെ ഭയക്കരുത്, ജയിലിൽ പോകാൻ തയ്യാറാകണം. ജയിലിൽ പോകാൻ തയ്യാറാണ്. യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെ ഒക്കെ മുൻ ഭാരവാഹികൾ, മുൻ പ്രസിഡന്റുമാരെല്ലാം പോയിട്ടുണ്ട്, ഞങ്ങൾ എല്ലാവരും പോയിട്ടുണ്ട്. അങ്ങനെ ജയിലിൽ പോകാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ LDFന്റെ കൺവീനർ ഈ MV ഗോവിന്ദൻ ഇത് ഞങ്ങളോട് പറയുന്നതിനാണെന്ന് അറിയാമോ? LDF കൺവീനറെ അടിക്കാനുള്ള ആയുധമായിട്ടാണ്. LDF കൺവീനർ അതുപോലെ ഇപ്പോഴത്തെ മന്ത്രി V ശിവൻകുട്ടിയുമാണ് സുപ്രീം കോടതി വരെ പോയത്. ഞങ്ങളെ ആ കേസിൽ നിന്ന് ഒഴിവാക്കി തരണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ശിക്ഷിക്കും, അതുകൊണ്ട് ഞങ്ങളെ ആ കേസ് പിൻവലിക്കണം എന്ന് പറഞ്ഞ് കോടതി പോയത് എന്തിനു വേണ്ടിയാണ്? പേടിയുള്ളതല്ലേ? മാത്രമാണോ ഈ P ജയരാജൻ അസുഖത്തെ സംബന്ധിച്ച് പറയുന്നു. P ജയരാജൻ എന്താ പറയുന്നത്, അവിടെ ഇന്ററോഗേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ രാഹുലിനെ സംബന്ധിച്ച് നമ്മൾ എന്താ പറയുന്നത്, ചില സിനിമകളിൽ റാംജി റാവു സ്പീക്കിങ്ങിലൂടെ പണ്ട് ഇന്നസെന്റ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞങ്ങൾ പുറപ്പെട്ടില്ല, ഇനി അരമണിക്കൂർ മുമ്പേ പുറപ്പെടണമെന്ന് ചോദിക്കുന്നത് പോലെ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുള്ളത് കൊണ്ടോ അല്ലെ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ടോ അല്ല ഹോസ്പിറ്റലിൽ പോയത്. അദ്ദേഹത്തിന്റെ ഡിസ്ചാർജ് സമ്മറി നമ്മുടെ മുൻവശമുണ്ട്, നമ്മുടെ കൈവശമുണ്ട്. അദ്ദേഹത്തിന്റെ അസ്വസ്ഥതയെ സംബന്ധിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ അങ്ങനെ രോഗമുണ്ടായിരിക്കെ സ്വാഭാവികമായും ആ കേസുമായി ബന്ധപ്പെട്ട് അത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുക സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തതെന്ന് പറയുന്നത് വീണ്ടും P ജയരാജനെ ട്രോളാൻ വേണ്ടി MV ഗോവിന്ദൻ ഞങ്ങളോട് പറയുകയാണ്. ആയിക്കോട്ടെ, ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹത്തെ സമ്മതിക്കുന്നില്ല. ആ ഷാഫി എന്ന് പറയുന്ന കന്റോൺമെന്റിലെ CI ഉണ്ടല്ലോ, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, SI മുതൽ അവിടെ ഇരിക്കുകയാണ്. ആ അദ്ദേഹത്തിന്റെ ധിക്കാരം, അതിന്റെ പിന്നിൽ ആരാണ് എന്ന് ഞങ്ങൾക്കറിയാം. അവിടെ സമ്മതിക്കാതിരിക്കുമ്പോൾ തിരിച്ചൊരു ചോദ്യമുണ്ട്. മോൻസൺ മാവുങ്കൽ പോക്സോ കേസിൽ പ്രതിയായിരിക്കുമ്പോൾ മോൻസൺ മാവുങ്കലിന് കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കാൻ അവസരമുണ്ടാക്കിയ ആളുകളുടെ പേര് കേരള പോലീസ് എന്നാണ്. അതുപോലെ തന്നെ വിദ്യ അറസ്റ്റ് ആയതിന്റെ പേരില്ല, വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ജോലി സമ്പാദിച്ചതിന്റെ പേരിൽ അവർക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത് ഇതേ പോലീസാണ്. ഗ്രോ വാസു 90 വയസ്സ് കഴിഞ്ഞ ഗ്രോ വാസു ജയിലിൽ കിടന്നു. പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കാതെ പോലീസിന്റെ തൊപ്പി വെച്ചും കൈവച്ചും അമർത്തി പിടിച്ചവരുടെ പേര് കേരള പോലീസ് എന്നാണ്. അവിടെയാണ് ഇരട്ട നീതി. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ സംബന്ധിച്ച് എത്രയോ കേസുകൾ യൂത്ത് കോൺഗ്രസിന്റെ കേസിന്റെ നേതാക്കന്മാർ പങ്കെടുത്തിട്ടുണ്ട്. സ്വാഭാവികമാണ് ഞങ്ങൾ ജയിലിൽ കിടക്കും. പക്ഷേ ഇവിടെയുള്ള നടപടിക്രമങ്ങൾ, അറസ്റ്റ് ചെയ്യുന്ന രീതി, കൊണ്ടുവരുന്ന രീതി, ഈ പറഞ്ഞതുപോലെ 41A നോട്ടീസ് കൊടുത്തു എന്ന് കോടതിയിൽ പറയുന്നു, എന്നാൽ പുറത്തിറങ്ങി പറയുന്നു കൊടുക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്നു. കൊടുക്കുന്നത് കന്റോൺമെന്റ് സ്റ്റേഷനിൽ വെച്ചാണ്. ഇതൊക്കെ വസ്തുതകളായി നമ്മുടെ മുമ്പിൽ നമ്മൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഇതിന്റെ പിന്നിൽ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും ആഭ്യന്തര വകുപ്പ് കൈവിട്ടു പോയിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ 3 സംസ്ഥാന സെക്രട്ടറിമാരാണ് ഉള്ളത്. ഒന്ന് പാർട്ടിക്ക് ഒരു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഒരു കാര്യവുമില്ല, മൂലയിലിരിക്കുക. രണ്ടാമത്തെ സെക്രട്ടറി സർക്കാരിലാണ്, ഒരു പാർട്ടിക്ക് സെക്രട്ടറി ഉള്ളത്, അത് P ശശി, എന്തും നിയന്ത്രിക്കും. മൂന്നാമത്തെ ഒരു സെക്രട്ടറി ഉണ്ട്, അത് പോലീസിലാണ്, MR അജിത് കുമാർ.
ഈ MR അജിത് കുമാറും ഈ പറയുന്ന P ശശിയും ചേർന്നാണ് ഈ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനെ ഇത്തരത്തിൽ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്. അതിന്റെ ബാക്കി സമയം കിട്ടിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പറയുന്ന പോലീസിന്റെ അമിതാധികാര പ്രയോഗത്തെക്കുറിച്ച് പോലീസ് പ്രതിപക്ഷത്തിന് വടിയുണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറയുന്നത് പ്രതിപക്ഷം മാത്രമല്ല, സാക്ഷാൽ EP ജയരാജൻ കഴിഞ്ഞ ആഴ്ച എം വിജയൻ MLA, ഒരു സാത്വികന MLAയുടെ നെഞ്ചത്തേക്ക് കയറി പോലീസിനെ ചൂണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അത് കാരണം MDയുടെ വിമർശനം പോലീസിന്റെ അമിതാധികാര പ്രവണതയെങ്കിലും നിയന്ത്രിക്കാൻ ഉതകുന്ന രീതിയിൽ ബോധ്യമുണ്ടാക്കിയാൽ അത്രയെങ്കിലും നല്ലത്. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു.